ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം, നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ, മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വര മംഗലത്തപ്പ ശരണം, തലയാക്കുളത്തമ്മേ ശരണം, ശ്രീഹരയേ നമഃ. ജാനകീ ജീവനസ്മരണം, ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീരാധേശ്യാം. ഇത് ആർക്കെങ്കിലും ചുമ വരുന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഇറക്കി വെച്ചോളൂ കേട്ടോ, ആ ചന്ദനത്തിരി. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിശ്വരപാദപങ്കജം. രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഗതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമത രാമ രാമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഓരോ ദിവസവും ആ ഭഗവാന്റെ പരമമായ കാരുണ്യം കൊണ്ട് നമ്മളിത് ആ സത്സംഗത്തിലെത്തി. ഇത്രയും ദിവസം 11ാമത്തെ ദിവസമാണ് ഇന്ന് പാരായണം. അത്രയും ദിവസം യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ കണ്ട് ഭഗവാൻ വേണ്ടതുപോലെയൊക്കെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോയി. ഇനി തുടർന്നും ഇത് പൂർണ്ണമാകുന്നത് വരെ ആ ഭഗവാന്റെ കൃപാകടാക്ഷം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായി ധാരാളം നാമം ജപിക്കാനും ഇതിൽ ഭഗവാൻ നമുക്കായിട്ട് ബോധിപ്പിച്ചു തരുന്നത് ഓരോന്നും വേണ്ടതുപോലെ അതിനെ ഉൾക്കൊള്ളാനൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറച്ചധികം ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യണോണ്ടാണ് ഇങ്ങനെ ചുമ വരുന്നത് കേട്ടോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത് പഞ്ചവടിയിൽ പ്രവേശിച്ചിട്ട് എങ്ങനെയാണോ അയോധ്യയിൽ സന്തോഷമായിട്ട് വാഴണത് അതുപോലെ ശ്രീരാമനും സീതാദേവിയും സന്തോഷമായിട്ട് അവിടെ വസിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന ഇടത്തിരുന്നാലേ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നില്ല. ഏത് നമ്മുടെ സാഹചര്യത്തിനോട് ഇണങ്ങി അതൊക്കെയാണ് ശ്രീരാമചന്ദ്ര പ്രഭു നമ്മളെ കാണിച്ചു തരുന്നത്. നമുക്ക് പലർക്ക് എല്ലാവരുടെയും അവസ്ഥ ഒരുപോലെ ആവില്ല. ഒരാൾക്കുണ്ടാവണത് ഒരാൾക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പം ഏതൊരവസ്ഥയിൽ ഇരിക്കുമ്പോഴും മനസ്സുകൊണ്ട് നമുക്കതിനെ ആനന്ദിച്ചിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
ഒരു ചെറിയൊരു കാര്യം ഓർമ്മ വരികയാണ്. ഒരു കുഞ്ഞ് 2 കുട്ടികളാണ്, അമ്മയൊന്നും ഇല്ലാത്ത 2 കുട്ടികൾ. അവരിതാ മൂത്ത കുട്ടിയാണ്, കുറച്ച് അധികം പ്രായമൊന്നും ആയിട്ടില്ല, ഒരു 10 വയസ്സ് 12 വയസ്സായിട്ടുള്ളൂ. അത് എന്തെങ്കിലുമൊക്കെ അടുത്ത വീടുകളിൽ പോയി എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് എന്തെങ്കിലും കിട്ടണത് കൊണ്ടാണ് കുഞ്ഞനിയനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കൽ അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് ചോറ്, തലേ ദിവസത്തെ ചോറുണ്ട്, കറികളൊന്നുമില്ല, അത് ആണ് കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്തു, വെള്ളം എടുത്തിട്ട് അതിൽ ഇത്തിരി ഉപ്പിട്ടിട്ട് ചാലിച്ച് ആ ചോറ് അനിയന് കൊടുക്കുമ്പോൾ അനിയൻ പറഞ്ഞു, എനിക്ക് കൂട്ടാനുകളൊന്നും ഇല്ലാണ്ട് വേണ്ട എന്ന് അനിയൻ പറയാണ്. എനിക്ക് കൂട്ടാൻ കൂട്ടി കഴിക്കാൻ കൊതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതിന് നമുക്കൊരു കളി കളിക്കാം, ആ ചേച്ചി പറയണമെന്നിട്ട് പറഞ്ഞു. വേഗം ഒരു ഉരുള ഉരുട്ടിയിട്ട് ആ പ്ലേറ്റിൽ ഒരു സൈഡിൽ ഒപ്പണ പോലെ ഒപ്പിട്ട് പറഞ്ഞു, ഇത് ആ സാമ്പാറിൻ്റെ ഉരുളയാണ്, കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി സന്തോഷത്തോടു കൂടി കളിക്കുകയാണല്ലോ. അപ്പോൾ വേഗം അത് കഴിച്ചു. സ്വാദുണ്ടോ സാമ്പാർ? ഓ, നല്ല സ്വാദുണ്ട്. പിന്നെ അടുത്ത ഉരുള ഉരുട്ടിയിട്ട് ഇത് അവിയലിൽ കൂട്ടിയിട്ടാണ് തരണം കേട്ടോ, നിനക്ക് അവിയൽ ഇഷ്ടമല്ലേ, ഇത് അവിയലിൽ കൂട്ടിയിട്ട് അങ്ങനെ പറഞ്ഞ് പലതരം ആ പേര് പറഞ്ഞ്. കുട്ടികൾക്ക് കളിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. അപ്പോൾ നമ്മൾ കൊച്ചു കുട്ടികൾക്ക് ചോറ് കൊടുക്കുമ്പോഴും നമ്മളത് ശരിക്കും നന്നേ കുട്ടികൾ ഊണ് കഴിക്കാൻ മടിക്കുമ്പോൾ ഉരുളുരുട്ടി വെച്ചിട്ട് പറയും, ഇവിടെ ഇതാ ഉരുളുരുട്ടി വെച്ചിട്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ, ഞാനിതാ പൂച്ചയാണ്, പൂച്ച ഇങ്ങനെ ചോറുണ്ണാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതാ ഒരു എലി വന്നത് ആ ചോറ് പൂച്ച കാണാണ്ട് കൊണ്ടുപോകണു എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ നമ്മളിങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് വന്നതെടുത്ത് വായിലിടും. അപ്പോൾ അതെന്താ, അവർക്കൊരു കളിയാവുമ്പോൾ അവരത് ആസ്വദിച്ച് കഴിക്കണം. അല്ലാണ്ട് ഈ മൊബൈല് ഓൺ ചെയ്ത് വെച്ചിട്ടും TV ഓൺ ചെയ്ത് വെച്ചിട്ടും കുത്തിക്കയറ്റുമൊന്നും അല്ല വേണ്ടത്. അപ്പോൾ ആ ഒരു മനസ്സ് അങ്ങോട്ട് മാറിയപ്പോൾ ആ കുട്ടി അത് ആസ്വദിച്ച് ഊണ് കഴിച്ചു എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സാണ് നമ്മുടെ സുഖദുഃഖങ്ങൾക്ക് അടിസ്ഥാനം. മറ്റുള്ളവർക്ക് ഉള്ളത് നോക്കിയിട്ട് അത് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെടുക, അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് എന്താണോ ഉള്ളത് അതാണ് ഏറ്റവും ഉചിതമായിട്ട് നമുക്ക് അനുഭവിക്കാനുള്ളത് ഈശ്വരൻ തന്നത്. അതിനെ വേണ്ടതുപോലെ ആസ്വദിച്ച് ജീവിതത്തിനെ അനുഭവിക്കുക. അങ്ങനെ അനുഭവിക്കാണ്ട് വരുമ്പോഴാണ് നമുക്ക് പലതും സമ്പാദിക്കാനും പലതിനും വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുമ്പോൾ നമ്മുടെ ജീവിതം നമ്മളെ കൈവിട്ട് പോണത്. അപ്പോൾ എവിടെയാണോ ഭഗവാൻ ഇരുത്തിയേക്കണേ അവിടെ ഇരുന്നിട്ട് അതിനെ ആനന്ദത്തോട് കൂടിയിട്ട് അനുഭവിക്കുക എന്നുള്ളതാണ്. വലിയ രാജകൊട്ടാരത്തിൽ പട്ടുമെത്തയിൽ ഒക്കെ കിടന്നുറങ്ങിയതാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു കഥ കേട്ടിട്ടുണ്ട്, ഒരു രാജകുമാരിയുടെ കഥ. ആ രാജകുമാരി ഒരു കഥയാണ്. അതിൽ എന്താണെന്ന് വെച്ചാൽ 2 പേര് ഇങ്ങനെ എന്തോ ഒരു പൂർണ്ണമായിട്ട് ഓർമ്മയില്ല, ഒരു കല്യാണമാണ്. അപ്പോൾ ഒരാൾ രാജകുമാരിയുടെ വേഷം കെട്ടിയിട്ടും വരും, ഒരാൾ രാജകുമാരിയായിട്ടും വരും. അപ്പോൾ ഇതിലേതാ രാജകുമാരി എന്ന് തിരിച്ചറിയാൻ പറ്റാണ്ടായപ്പോൾ അതിനൊരു വഴിയുണ്ട് എന്ന് പറയും. എന്നിട്ട് വേഗം എന്ത് ചെയ്യും, ഒരു കിടക്കയിൽ ഇതാ കുറച്ച് ഒരു തലമുടി നാര്, 2 കിടക്കയിലും തലമുടി നാര് കൊണ്ടുവന്ന് ഇടുത്രേ. അത് കഴിഞ്ഞിട്ട് ഇതാ കിടന്നുറങ്ങാൻ പറയും. 2 പേരും പോയി കിടന്നുറങ്ങും. ഉറങ്ങുമ്പോൾ ഈ രാജകുമാരിക്ക് അത് ഒരു അസ്വസ്ഥതയായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല എന്ന്. കാരണം അത്രയും ഇതായിട്ടാണ്, മറ്റേ കിടന്നതും ഉറങ്ങി. അപ്പോൾ അവർ ആ സാഹചര്യത്തിലാണ് അങ്ങനെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇതാ പട്ടുമെത്തയിൽ എല്ലാ സുഖഭോഗങ്ങളോടും കൂടിയിട്ട് നന്നായിട്ട് ആ ഒരു രാജ്ഞി എന്ന് പറഞ്ഞാൽ അവരുടെ ആ ആഹാര രീതികളൊക്കെ അറിയാലോ. അങ്ങനെയും ഭക്ഷണം കഴിച്ച് രാജകുമാരനും രാജകുമാരിയായിട്ട് ജീവിച്ച ആ സീതയും രാമനും അയോധ്യ വിട്ടിട്ട് കാട്ടിൽ വന്നപ്പോഴും അതേ ഭാവത്തോട് കൂടിയിട്ട് അവിടെ കഴിഞ്ഞുകൂടി എന്ന് പറയുമ്പോൾ നമ്മളെ കാണിച്ചു തരുന്നു നമ്മളുടെ അനുഭവം മനസ്സാണ് നമ്മുടെ എല്ലാത്തിനും. എന്തിനെ കിട്ടിയാലും അതിനെ വേണ്ടതുപോലെ ആസ്വദിക്കുക. അതിപ്പോൾ ഇതിനു മുമ്പും ശ്രീരാമചന്ദ്രപ്രഭു കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. അമ്മ കാട്ടിൽ പോയിക്കോളൂ വനവാസത്തിലെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എന്നോട് എന്തൊരു സ്നേഹ, എൻ്റെ പെറ്റമ്മയെക്കാളും സ്നേഹം ആർക്കാണ്? അമ്മയ്ക്കാണ്. കാരണം എന്താ, ആ രാജ്യം ഭരിക്കാൻ വെച്ചാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി വേണ്ടതുപോലെ ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് രാജ്യം ഭരിക്കേണ്ടി വരും. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പല കാര്യങ്ങളും വരുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അത് വേണ്ടതുപോലെയൊക്കെ കൊണ്ടു നടക്കാൻ എല്ലാവരെയും ഒരുപോലെ അങ്ങനെ കൊണ്ടു നടക്കാൻ വളരെ ബുദ്ധിമുട്ടാവും. പക്ഷേ ആ ബുദ്ധിമുട്ട് സ്വന്തം മകനെ അമ്മ ഏൽപ്പിച്ചു. കാരണം ഞാൻ ബുദ്ധിമുട്ടുണ്ടാന്ന് വിചാരിച്ചിട്ട് അമ്മ ഭരതനെ ഏൽപ്പിച്ചു. എന്നിട്ട് എന്നോട് സുഖമായിട്ട് പോയിട്ട് കാട്ടിൽ പോയിട്ട് ആസ്വദിച്ച് ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മയ്ക്ക് എന്നോട് എത്ര സ്നേഹമുണ്ടെന്ന്.
അതാണ് രാമചന്ദ്രൻ കാണിച്ചത്. നമുക്ക് വന്നു ചേരുമ്പോൾ നമ്മൾ അവരെ എവിടെയും കുറ്റപ്പെടുത്തുക, അങ്ങനെ അമ്മയെ കുറ്റപ്പെടുത്തുക ഒന്നുമല്ല ചെയ്തത്. അമ്മ എനിക്ക് ഏറ്റവും സ്നേഹം എനിക്ക് കൈകേയി അമ്മയ്ക്ക് എന്നോടാണ്, അതുകൊണ്ടാണ് അമ്മ എനിക്ക് ഇത് തന്നത് എന്നതാ രാമചന്ദ്രപ്രഭു പറയണു. അപ്പോൾ ഈ മനോഭാവം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ദുഃഖങ്ങൾക്ക് അറുതി ഉണ്ടാവും. അതാണ് അതിൽ പറഞ്ഞു തരണത്. അങ്ങനെ ഇനി അടുത്തത് ലക്ഷ്മണോപദേശമാണ്. പാരായണം ചെയ്യാം. ജാനകീ ജീവനസ്മരണം ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാനതനായി ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലെ. ശ്രീരാമൻ അതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തിതു വഴി പോലെ. കേട്ടാലുമെങ്കിലതിഗുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാ സ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവാനമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമം ജ്ഞാനവും ചൊൽവാൻ പിന്നെ വിജ്ഞേയാമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ. ന്യായമായുള്ള പരമാത്മാനം അറിയുമ്പോൾ മായാ സംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാലാകുന്നതു നിർണയം. അതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായയ്ക്കെന്നറിയുക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ എന്നതറിയുക അതി സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും സംഘാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂതമെന്നറിഞ്ഞാലും. മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രഞ്ജു കണ്ടെത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിൽ ഏതുമൊന്നില്ലല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മനസാപത്മത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കിലല്ലതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട. ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം. തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ചയാമയം. ദേഹസംബന്ധമായ വൈഭവം വിചാര്യതേ. ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതു ദേഹമെന്നുണ്ടല്ലോ. ദേഹമെന്നും ക്ഷേത്രമായതു ദേഹം എന്നുമുണ്ടല്ലോ. നാമം എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം. പരമാത്മാ നിശ്ചയൽ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നതു മൂർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല. രണ്ടുമൊന്നത്രേ നൂനം ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവുണ്ടമ്പം ഹിംസ വക്തത്വം കാമം ക്രോധം മനസ്സേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമാബുദ്ധ്യ അന്യൂന്യഭാവവും അകലെ കളഞ്ഞനൂദിനം. ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജാശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സത്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച ആനന്ദസ്വരൂപനായി
മാനസ വചന ദേഹങ്ങളെ അടക്കിത്താൻ മനസ്സേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനനജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകും എങ്കിൽ ഉറച്ച മനസ്സോടും സർവദാ രാമരാമേത്യമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു ശക്തിയും ഒന്നെങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോടും സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം. പ്രാകൃതാജനങ്ങളുമായി വസിക്കരുതൊട്ടും ഏകാന്തേ പരമാത്മജ്ഞാനതൽപരനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും മകധാരിയിലുറച്ചു ചമഞ്ഞിടും. മനസ്സേ വികൽപ്പങ്ങൾ ഏതുമേയുണ്ടാകൊല്ല. ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം. മാനസാദികളൊന്നും അവറ്റിൽ നിന്നുമേലെ മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ നിൽപ്പതു ചിതാത്മാവു ശുദ്ധം അവ്യക്തം ബുദ്ധം ത്വൽപാദാത്മാ ജ്ഞാനിഹ. ത്വൽപാദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നത് എന്നെ കാട്ടുന്ന വസ്തു തന്നെ. ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടു തന്നെ. ഞാനിതെന്നറിവിന്നു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവോചിതാനന്ദൻ സർവതാ സ്വതന്ത്രഗതൻ സർവസത്വാന്തർഗതനപരിച്ഛേദ്യനല്ലോ. ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശൻ അജൻ അഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധിഭാദികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടു പാഗമ്യൻ യോഗിനാമേകാത്മനാം ജ്ഞാനമാചാര്യ ശാസ്ത്രൗഘോപദേശൈക്യജ്ഞാനം ആത്മാനോരേവം ജീവപരയോർ മൂലവിദ്യ ആത്മനി കാര്യകാരണങ്ങളും കൂടി ചേർന്നു ലയിച്ചിടുമ്പോഴുള്ള ഒരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാവെന്നെ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമായ ആനന്ദമായിട്ടുള്ള കൈവല്യസ്വരൂപമേ ഉള്ളവണ്ണമേ പറവാനും അതറിവാനും ഉള്ളം നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ. മൽഭക്തിയില്ലാത്തവർക്ക് എത്രയും ദുർലഭം കേൾ. മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും. നേത്രമുണ്ടെന്നാകിലും കൺമതിന്നുണ്ടു പണി. രാത്രിയിൽ തൻ്റെ പാദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടാതിവണ്ണമേ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ. ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവു നൂനം ഭക്തിക്കു കാരണം എന്തെന്നു കേട്ടാലും നീ. മൽഭക്തന്മാരോടുള്ള നിത്യസംഗമാമതും മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകാദശ്യാദീവൃതാനുഷ്ഠാനങ്ങളും പുനരകുലാവെന്നിയെ സാധിച്ചു കൊള്ളുകയുമത. പൂജനം വന്ദനം ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നി വിപ്രാണം കൊടുക്കയുമത. മൽക്കഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും മുത നൽഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതുള്ള ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. ഉത്തമോത്തമന്മാരായുള്ള വേറല്ലോ ഭക്തിയുക്തനു വിജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടും എന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാലുക്തമായതു നിനക്കെന്നാൽ എന്നാലേ ധരിക്ക നീ. വ്യക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നകീലവൻ ചോദിച്ചില്ലെന്നാകിലും വ്യക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ. ഭക്തിവിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനതു നിത്യമായി പാഠം ചെയ്യില്ല ജ്ഞാനമകന്നുപോം. ഭക്തി സംയുക്തന്മാരം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്ത സംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും.
ജാനകീ ജീവനസ്മരണം. അങ്ങനെ ആ പഞ്ചവടിയിൽ സന്തോഷമായിട്ടിരിക്കണ ആ സമയത്ത് ലക്ഷ്മണൻ വന്നിട്ട് പറയണു, എനിക്ക് അജ്ഞാനം നീങ്ങണ രീതിയിൽ ആ മുക്തി മാർഗത്തെ ഉപദേശിച്ചു തരണം. അതിൽ ജ്ഞാനം, വിജ്ഞാനം, ഭക്തി, വൈരാഗ്യം, ആ ലക്ഷണങ്ങളൊക്കെ എന്താണ്, മനസ്സിന് ആനന്ദമുണ്ടാകേണ്ടത് എന്താണെന്നൊക്കെ വേണ്ട വിധത്തിൽ പറഞ്ഞു തരണം എന്ന് പറയണു. അപ്പോൾ ആ ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭു ആനന്ദത്തോടു കൂടി പറയണു, അതീവ രഹസ്യമായിട്ടുള്ള ഈ ഉപദേശം കേട്ട് അത് കേട്ടാൽ അത് മനസ്സിൻ്റെ വികല്പഭ്രമൊക്കെ തീർന്നു വരും. കേൾക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെവി കൊണ്ട് കേൾക്കണ കേൾക്കലല്ല, ഉള്ളിലേക്ക് എടുക്കണം അത് കേട്ടത്. ചെവി കൊണ്ട് കേട്ട് പല വിധത്തിലുണ്ട്, കേൾക്കും, കേട്ടത് മറന്നുപോകും. പിന്നെ പണ്ടുള്ളവർ പറയുന്ന പോലെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയുക, അങ്ങനെ ഒരു ഇതുണ്ട്. ചിലത് എന്താണെന്ന് വെച്ചാൽ കേട്ടതിനെ പറ്റി ചിന്തിച്ച് അതിനെപ്പറ്റി ചിന്തിച്ച് അത് ഉള്ളിലേക്ക് എടുത്ത് അതിനെ വേണ്ടതുപോലെയാക്കുക. അതാണ് ശരിയായ ശ്രവണം. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ, കാരണം അതീവ രഹസ്യമായ ഉപദേശം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ രഹസ്യം എന്താണെന്ന് തിരിച്ചറിയത്തക്ക നമുക്ക് അതിനോട് ഉള്ള ഒരു താല്പര്യം ഉണ്ട് വെച്ചാൽ അത് നമ്മുടെ ഉള്ളിൽ ബോധ്യമായിട്ട് വരും. അങ്ങനെയുള്ള അത് ആദ്യം മായയെ പറ്റി പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ജ്ഞാനസാധനയൊക്കെ വിജ്ഞാനത്തോടു കൂടിയിട്ടുള്ള ജ്ഞാനം എന്താണ്, ആത്മസ്വരൂപം എന്താണെന്നൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആത്മാവില്ലാത്ത ശരീരം മുതലായിട്ടുള്ള വസ്തുക്കളിൽ ആത്മാവാണ്. ഇപ്പോൾ ശരീരം എന്ന് വെച്ചാൽ ശരീരവും ആത്മാവും തമ്മിലൊരു ബന്ധമില്ല. അപ്പോൾ ആ ശരീരം ആത്മാവാണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാക്കുന്നത്, അതാണ് ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ബോധം ഉണ്ടാക്കേണ്ടതാണ് മായ എന്ന് പറയുന്നത്. ശരീര സംബന്ധമായിട്ടുള്ള അപ്പോൾ ആ മായയിൽ പെടുമ്പോഴാണ് നമുക്ക് ഈ സംസാര ദുഃഖം എന്ന് പറഞ്ഞാൽ ആ ലൗകികമായിട്ടുള്ള ദുഃഖങ്ങൾ. ഈ ശരീരം ഞാനാണെങ്കിൽ ശരീരത്തിനോട് ബന്ധപ്പെട്ടതൊക്കെ എൻ്റെയാണ്. അപ്പോൾ അവർക്ക് ദുഃഖം വരുമ്പോൾ നമുക്ക് ദുഃഖം വരുന്നു, ഓരോരുത്തരുടെയും വിഷമം കാണുമ്പോൾ നമുക്ക് വിഷമം വരുന്നു. അങ്ങനെ പല വിധത്തിലുള്ള ദുഃഖങ്ങൾ. പിന്നെ എൻ്റെ എന്ന് കൽപ്പിച്ചിട്ടുള്ള വസ്തുക്കൾ കുറേ ഉണ്ടാവും, അതിന് എന്തെങ്കിലും നാശം വരുമ്പോൾ ദുഃഖം വരുന്നു. അങ്ങനെ ശരീരത്തിനോട് അനുബന്ധപ്പെട്ടതെല്ലാം എൻ്റെയാണെന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ദുഃഖം വരികയാണ് ചെയ്യണത്. അതുപോലെ ഈ മായയ്ക്ക് രണ്ട് ഭാവങ്ങൾ, വിക്ഷേപം, ആവരണം എന്ന് രണ്ട് ഭാഗങ്ങളുണ്ട്. അതിൽ ലോകത്തെ മുഴുവൻ ഇതുപോലെ കൽപ്പിക്കുന്നതാണ്. അതിൽ ലിംഗം മുതൽ ബ്രഹ്മം ഉൾപ്പെടുന്ന വിദ്യാരൂപമായിട്ടുള്ള അതൊക്കെ എല്ലാം കൂടിയിട്ട് സൂക്ഷ്മമായ ആ ഭേദങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയണു. അപ്പോൾ അതിൽ സംഘങ്ങൾ ഏതൊക്കെയാണ്? സംഘം എന്ന് വെച്ചാൽ നമുക്ക് ആരെങ്കിലുമായിട്ട് അടുപ്പുണ്ടാവുക, സ്നേഹത്തോട് കൂടിയിട്ട്, അല്ലേ, അത്രയും സ്നേഹത്തോടു കൂടി പെരുമാറുന്നു. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആ സ്നേഹം ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു ദുഃഖമായി, അല്ലേ. അപ്പോൾ സംഘം എപ്പോഴും ദുഃഖമാണ് തരിക. എപ്പോഴും നമുക്ക് ഒരേ അവസ്ഥയിൽ ഇരിക്കാൻ പറ്റില്ല, മനസ്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്നും ഇപ്പോൾ എന്നും നിങ്ങളുടെ ആരെങ്കിലും ഒരാൾ എന്നും എൻ്റെ വീട്ടിൽ വരും. എനിക്ക് നല്ല സന്തോഷമാണ്. നിങ്ങൾ വരുമ്പോഴേക്കും ഞാൻ പറയാണ്, വരൂ ഇരിക്കൂ എന്ന് പറയണു. നിങ്ങൾക്ക് ചായ വേണമെന്ന് ചോദിക്കണോ, വേണ്ട സന്തോഷിപ്പിക്കണോ ഒക്കെ ഇരിക്കണം. ഒരു ദിവസം കയറി വന്ന സമയത്ത് ഏതോ ഒരു കാരണവശാൽ എനിക്ക് അതിന് സാധിച്ചില്ല. എന്തെങ്കിലും വീട്ടിലുണ്ടായ എന്തെങ്കിലും കാരണത്തെ കൊണ്ട് മനസ്സസ്വസ്ഥമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ധൃതിയിട്ടാ വന്നപ്പോൾ ശരിയിട്ടാ എന്നാൽ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? അത്രയും കാലം വന്നപ്പോൾ എന്തൊരു സ്നേഹമായിരുന്നു, ഇപ്പോൾ അതില്ല, അല്ലേ. നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാവരും വിചാരിക്കുന്നതാ. അപ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഞാൻ വരുന്നത് ഇഷ്ടമില്ലാത്തതുണ്ടോ, ഇനി വരണ്ടാന്ന് വിചാരിക്കാം എന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ ഈ വരണ ആൾ ഒരു ദിവസം വന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കുക, എന്നും വന്നിട്ട് നമ്മൾ ഇത്ര സ്നേഹത്തോടു കൂടി പെരുമാറിയിട്ടും അവർക്ക് അത് പിടിച്ചില്ല. അവർക്കിപ്പോൾ എങ്ങനെയാണ്, ഇനി എന്തിനാ ഇവരോടൊക്കെ കൂട്ട്, പിന്നെ പിറ്റേ ദിവസം വരുമ്പോൾ കണ്ട ഭാവം നടിക്കില്ല. എന്താ ഇന്നലെ ഉണ്ടായേ, എന്തേ വരാഞ്ഞേ എന്ന് നമ്മൾ ചോദിക്കില്ല. അസ്വസ്ഥമായിട്ടിരിക്കും, അവരോട് ചോദിക്കില്ല എന്താ അസ്വസ്ഥമായിട്ടിരിക്കണേ, എന്തെങ്കിലും വിഷമമുണ്ടോ, അത് നമ്മൾ അന്വേഷിക്കില്ല. അപ്പോൾ ആ സംഘത്തിൽ നിന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളെ കൊണ്ട് ദേഷ്യം, ആ സംഘം നമുക്ക് എന്തുണ്ടാക്കണോ, അവർ അകൽച്ച ഉണ്ടാക്കണം. അതിൽ നിന്ന് ആ കാമം ഉണ്ടാവാം, ക്രോധം ഉണ്ടാവാം, പിന്നെ മോഹം ഉണ്ടാവുക, സ്മൃതിനാശം, ബുദ്ധിനാശം, അങ്ങനെയാണ്. അപ്പോൾ ആദ്യം തന്നെ ദേഷ്യത്തിൽ നിന്നാണ്. പിന്നെ നമുക്ക് നമ്മുടെ ബുദ്ധിയൊക്കെ നശിച്ചു പോകും. പറയില്ലേ, കോപം കൊണ്ട് കണ്ണ് കാണാണ്ടാവുക, അങ്ങനെ ബുദ്ധി നശിക്കുമ്പോഴാണ് അച്ഛനമ്മമാരാണോ, മക്കളാണോ, ഭർത്താവാണോ, സഹോദരനാണോ, ഭാര്യയാണോ എന്നൊന്നും നോക്കാണ്ട് ദേഹോപദ്രവം ചെയ്യുക. ചിലപ്പോൾ മരണം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നിസ്സാരൊരു കാര്യം ഉണ്ടാവുള്ളൂ, ആ കാര്യത്തിൽ ദേഷ്യം വന്ന് കൊടുത്തു, അവിടെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
അത് ആ പെട്ടെന്നുണ്ടായ ഒരു കോപത്തിൻ്റെ വേലിയേറ്റം കൊണ്ടാണ്. അപ്പോൾ എപ്പോഴും ഇതെന്താ ഉണ്ടാവണേ, ആ ബന്ധങ്ങൾ നമുക്ക് വിപരീതമാകുമ്പോഴാണ്, നമുക്ക് നമ്മുടെ സുഖത്തിനാണ് ഓരോ ബന്ധങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കും പ്രത്യക്ഷമായിട്ട് നമുക്ക് നമ്മളോട് മാത്രമേ സ്നേഹമുള്ളൂ. അപ്പം നമ്മളുടെ ആ ചിന്താഗതിക്കും അതിനും അനുസരിച്ചിട്ടല്ല നമുക്ക് സ്നേഹമുള്ളവർ പെരുമാറുന്നതെന്ന് വെച്ചാൽ ആ സ്നേഹബന്ധം അവിടെ നിന്നു. അങ്ങനെയല്ല. അപ്പം ഗോപികമാർ പറയണില്ലേ, കൃഷ്ണൻ ഞങ്ങളെ സ്നേഹിക്കണമെന്ന് ഞങ്ങൾക്കില്ല, കൃഷ്ണൻ ആരെ വേണമെങ്കിലും സ്നേഹിച്ചോട്ടെ, ഞങ്ങൾക്ക് കൃഷ്ണനെ സ്നേഹിച്ചാൽ മതി, ഞങ്ങൾക്ക് കൃഷ്ണനെ മറക്കാണ്ടിരുന്നാൽ മതി, കൃഷ്ണൻ വരുന്നുണ്ടോ പോണുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ ഒന്നുമില്ല എന്ന് പറയണ പോലെ അതേ ഭാവമാണ് നമുക്ക് വേണ്ടത്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കണം. ആരോടും ഒട്ടലുണ്ടാവരുത്, ഒരു കാര്യത്തിനും നമുക്ക് ഒരൊട്ടലുണ്ടാവരുത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ മാത്രമേ നമുക്കതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വക ദോഷങ്ങൾ, അതായത് ഈ സംഘം, ക്രാമം, ക്രോധം ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്താ, അവിദ്യയാണ്, അറിവില്ലായ്മയാണ്. അപ്പോൾ ജ്ഞാനസ്വരൂപിണിയാണ് വിദ്യ, അത് അറിവാണ്. ആ അറിവ് ആനന്ദം ഉണ്ടാക്കി തരുന്നു. അറിവ് എന്ന് വെച്ചാൽ എന്തറിവാണ്, നമ്മൾ പുസ്തകങ്ങളിൽ നിന്നുണ്ടാവണ അറിവൊന്നുമല്ല പറയണത്, അറിയേണ്ടതിനെ അറിയണം. ഈ പ്രപഞ്ചത്തിന് മുഴുവനും നിലകൊള്ളുന്ന പരമാത്മ തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം മായ കൊണ്ടുള്ള വിഭ്രാന്തിയാണ്, എല്ലാത്തിനും അതാണ് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിവാണ് ശരിയായ അറിവ്. അപ്പോൾ ഈശ്വരനെ അറിഞ്ഞാൽ ആനന്ദം ഉണ്ടാവണം. ആ ആനന്ദം ഇല്ലാണ്ടാവില്ല, ഒരിക്കൽ അനുഭവിച്ചാൽ അത് എപ്പോഴും ഉണ്ടാവും, അത് ഇല്ലാണ്ടാവണില്ല. സുഖം ഉണ്ടായാൽ ദുഃഖം ഉണ്ടാവും, സന്തോഷം ഉണ്ടായാൽ സന്താപം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനും അതൊന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ആനന്ദത്തിന് മാത്രം രണ്ട് ഭാവമില്ല, ഒരേ ഭാവമേ ഉള്ളൂ. അത് ഒരിക്കൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ട് പിന്നെ നമുക്കത് അനുഭവം ആയില്ലെങ്കിലും ആ അനുഭവിച്ച അനുഭവം കിട്ടാനുള്ളൊരു കൊതി നമ്മുടെ ഉള്ളിലുണ്ടാവും. അതിനെ പോലെ വേറെ എവിടെയും കിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നിരന്തരം പ്രയത്നിച്ച് അത് വേണമെന്ന് ആഗ്രഹിച്ച് മനസ്സ് അതിലേക്ക് തന്നെ കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കാണുമ്പോൾ കൊതിച്ചിടുന്നു ജീവനും അപ്പോഴേ. അങ്ങനെ കൊതിയോടുകൂടി കാത്തിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കയറ് നമ്മൾ വഴി കൂടെ പോവുകയാണ്, അപ്പോൾ ഒരു നല്ല വണ്ണമുള്ളൊരു കയറ് അവിടെ വഴിയിൽ കിടക്കുന്നുണ്ട്. അതിങ്ങനെ വളഞ്ഞ് കിടക്കണപ്പോൾ നമുക്ക് തോന്നിയത് പാമ്പാണ് എന്ന് തോന്നി. അപ്പം നടന്നപ്പോൾ ആ കയറിൻ്റെ ഒരറ്റത്തും അത് അറിയാണ്ടൊന്ന് കാല് ചവിട്ടിയോന്ന് സംശയം. അതിങ്ങനെ അപ്പോഴാണ് അതൊന്ന് അനങ്ങി. അപ്പോൾ അത് കാലുമ്പോൾ കൊത്തിയോന്ന് പേടി, ആകെ ഭയമായി, അവിടെ ബോധം കെട്ട് വീണു, ആകെ വിഷമിച്ചു, പാമ്പ് കഴിച്ചു എന്ന് പറഞ്ഞ് നമ്മളിത് ഉറക്കൊക്കെ അറിയുക. അപ്പോൾ അത് കേട്ടിട്ട് ആൾക്കാർ ഇതാ ടോർച്ച്, ഇരുട്ടല്ലേ, ടോർച്ചും ഇതൊക്കെ കൂടി വടിയൊക്കെ കൊണ്ടുവന്ന് ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ പാമ്പല്ല, എന്താ കയറാണ്. പക്ഷേ ഇയാളോട് പറഞ്ഞു, അയാൾക്ക് ആ പാമ്പ് കടിച്ച അതേ അനുഭവം ഉണ്ടായി. അയാളുടെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് ഉണർത്തിയിട്ട് കാണിച്ചു, നോക്കൂ ഇത് പാമ്പല്ല കയറാണ്, നിങ്ങൾക്ക് പേടി വെറുതെ തോന്നിയതാണെന്നു. അപ്പോഴേക്കും അയാളുടെ പരിഭ്രമൊക്കെ തീർന്നു. കാരണം അറിവുണ്ടായപ്പോൾ പേടി പോയി. നമ്മളും ഇപ്പോൾ ജീവിതത്തിൽ പലതിനെയും പേടിക്കേണ്ടത് എന്താ, നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടവർ നമ്മളുടെ ഇന്ന് നഷ്ടപ്പെട്ടു പോവോ, നമ്മുടെ സുഖം നമുക്ക് നഷ്ടപ്പെടുമോ, നമ്മൾ സമ്പാദിച്ചു വെച്ചാണ് പണം നഷ്ടപ്പെടും, ഇതൊക്കെ നഷ്ടപ്പെടാനുള്ളത് തന്നെയാണ്. ഒന്നും ശാശ്വതമല്ല. ഈ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് ജീവിതാവസാനം വരെ ശാശ്വതമായിട്ട് നിൽക്കുന്നുണ്ടോ? അച്ഛനമ്മമാരുണ്ടോ, ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, ബന്ധുക്കളുണ്ടോ? ആരും ശാശ്വതമായിട്ട് നിൽക്കണില്ല. സൗന്ദര്യം ശാശ്വതമായിട്ട് നിൽക്കുന്നുണ്ടോ? ധനം ശാശ്വതമായിട്ട് നിൽക്കുന്നുണ്ടോ? സുഖം ശാശ്വതമായിട്ട് നിൽക്കുന്നുണ്ടോ? ഒന്നും ശാശ്വതമായിട്ട് നിൽക്കണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നുള്ള ഭാവം ഉണ്ടായിട്ട് ഇങ്ങനെ നടക്കേണ്ടത്, എൻ്റെ ആ കഴിവ് അത് ശാശ്വതമായിട്ട് നിൽക്കേണ്ട, ഒന്നും ശാശ്വതമായിട്ട് നിൽക്കണില്ല. ശാശ്വതമായത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഈശ്വരൻ. അപ്പോൾ ആ ഈശ്വരനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശാശ്വതമായിട്ടുള്ള അറിവ്, അതാണ് വിദ്യ. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർന്നും നമ്മളോട് പൂന്താനമുത്തശ്ശൻ പറഞ്ഞു തന്നില്ലേ. പല വിധത്തിലുള്ള അറിവുകളും PhD അതും ഇതൊക്കെ എടുക്കും, പക്ഷേ ഈശ്വരനെ അറിയാൻ അവർ ശ്രമിക്കണില്ല. അതുകൊണ്ട് ഇതൊക്കെ നേടിയെന്ന് വിചാരിച്ചാലും അവർക്ക് ഒരു ആത്മസംതൃപ്തി വരില്ല. എന്തൊക്കെയോ ഇത്ര കഷ്ടപ്പെട്ട് അവസാനം പറയും, ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഇതൊക്കെ നേടിയത് എന്തിനൊക്കെയോ വേണ്ടി നേടി, അവസാനം അത് വെറും കടലാസ് തുണ്ടുകളായിട്ടൊരു സ്ഥലത്ത് ഇരിക്കും. അതേസമയം അത് ഈശ്വരൻ, ആ അറിവ് ഈശ്വരനാണ്, അത് വിദ്യ സരസ്വതിയാണ് എന്നുള്ള ഭാവത്തിലാണ് എല്ലാത്തിനെയും നമ്മൾ സ്വീകരിച്ചതെന്ന് വെച്ചാലോ, എല്ലാ വിദ്യയും എന്നും അവരുടെ ഉള്ളിലുണ്ടാവുകയും ചെയ്യും, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. അപ്പം അത് നമ്മൾ നേടിയിട്ട് മാത്രം കാര്യമില്ല, അതെങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് നോക്കണം. അങ്ങനെയുള്ള ആ മനുഷ്യർ കാണണതും കേൾക്കണതും ഓർമ്മിക്കണതൊക്കെ സ്വപ്നത്തിൻ്റെ തുല്യമാണ്. നമ്മൾ രാത്രി സ്വപ്നം കണ്ടിട്ട് അല്ലേ
ഇവിടെ ദാ അപ്പോൾ എപ്പോഴും കാറ്റും മഴയും ഇടിയൊക്കെയാണ്. രാത്രി കിടക്കുമ്പോൾ നമ്മൾ സ്വപ്നം കാണുന്നു, ഇതാ വലിയ കാറ്റ് വീശി ആകെ എല്ലാം പറന്നു പോയി, നമ്മുടെ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. അങ്ങനെ കാരണം ധാരാളം കാണുന്നത് ടി വി തുറന്ന് ഇതന്നെ ഇരുന്ന് കാണുകയല്ലേ. അപ്പോൾ പിന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉപബോധം മനസ്സിൽ നിന്ന് അറിയണത് അതൊക്കെ കണ്ട് പേടിച്ചപ്പോൾ നമുക്ക് ശ്വാസം പോലും കിട്ടാണ്ട് നമ്മളാകെ വിയർത്ത് കുളിച്ച് ആകെ ഞെട്ടി ഉണരുമ്പോൾ കിതപ്പ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്, ശരീരത്തിലുണ്ടായ വിയർപ്പ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ കണ്ട സ്വപ്നം സത്യമാണോ? സത്യമല്ല. പക്ഷെ അതിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടേനും ഉണർന്നപ്പോഴും അതിൻ്റെ അനുഭവം ഉണ്ട് അല്ലേ. അപ്പോൾ സത്യമല്ലാത്തൊരു കാര്യത്തിന് അതേ അനുഭവം തന്നെയാണ് സത്യമല്ലാത്തതിനെ ഇപ്പോഴും അനുഭവിക്കണേ. സത്യത്തിലേക്കാണ് നമ്മൾ ഉണരേണ്ടത്. ഇപ്പോൾ നമ്മളെല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്, ഈശ്വരനിലേക്ക് ഉണരുകയാണ് വേണ്ടത്. അപ്പം അതുകൊണ്ട് ആ ഒരു ഉറക്കത്തിൽ അത് നിമിത്തമാണ്, അറിവില്ലായ്മയാണ്. ഭാര്യ, പുത്രൻ, ഭർത്താവ്, ബന്ധുക്കൾ തുടങ്ങിയിട്ടുള്ളൊക്കെ അതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. ദേഹം ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ്. അത് തിരിച്ച് ഈ പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെയാണ് ചേരണത് എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഈ ദുഃഖങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ 5 കർമ്മേന്ദ്രിയങ്ങളെ പറ്റിയിട്ട്, ജ്ഞാനേന്ദ്രിയങ്ങളെ പറ്റി അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ചിത്തം, മൂലപ്രകൃതി ഇതൊക്കെ ഒരുമിച്ച് ചേർന്നതിനെ ക്ഷേത്രം എന്ന് പറയുന്നു. ആ ക്ഷേത്രം എന്താണ്? അവനവൻ്റെ ശരീരം തന്നെയാണ് ക്ഷേത്രം. അതിന് ദേഹം എന്നും കൂടി പേരുണ്ട്. ഇപ്പോൾ ഇവിടെ മാത്രമൊന്നല്ല, ഈ ശരീരത്തിനും ക്ഷേത്രം എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ജീവനാണ്. അതാണ് ഇപ്പോൾ ഇവിടെ മുല്ലൂർലി തേവരെന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരവും ക്ഷേത്രമാണ്, അതിൻ്റെ ഉള്ളിലും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഭഗവാന് ചെയ്യണ അതേ പൂജ ചെയ്യണ പോലെ വേണം നമുക്ക് ഈ ക്ഷേത്രം അടിച്ചു വാരി വൃത്തിയാക്കണമെന്നുള്ള ഭാവത്തിലാണ് നമ്മുടെ ശരീരം വൃത്തിയാക്കേണ്ടത്. അതുപോലെ നമ്മളിത് ആഹാര നിഹാരികളൊക്കെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ഈശ്വരന് കൊടുക്കുന്ന അന്നപ്രസാദമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പലരും ചോദിക്കും, രാമായണം വായിക്കുന്ന സമയത്ത് മീൻ കൂട്ടാൻ പാടുമോ, ഇറച്ചി കൂട്ടാൻ പാടുമോ, അത് കൂട്ടിക്കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് രാമായണം വായിച്ചാൽ മതിയോ, അത് കഴിഞ്ഞ് കുളിച്ചിട്ട് വന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കുക. അതൊക്കെ നമ്മളിപ്പോൾ അങ്ങനെ ഒരു സംശയം അവനവൻ്റെ ഉള്ളിലുണ്ടോ, അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്നാണ് അർത്ഥം. കാരണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സംശയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാമെന്നറിയാം. സംശയത്തോടു കൂടി അത് ചെയ്താൽ ഇതുകൊണ്ടാണ് പിന്നെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. ഇന്നലെ ഇവിടെ പറഞ്ഞ പോലെ ഊതിക്കെടുത്തരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു അജ്ഞാനം എൻ്റെ ഉള്ളിലില്ല. കാരണം അതൊന്നുമല്ല അതിൻ്റെ അടിസ്ഥാനം. ഇവിടെ ഈ വിളക്ക് കൊളുത്തി വയ്ക്കണത് ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ്. ഇവിടെ ഭഗവാൻ ഇതൊക്കെ സമർപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വിശിഷ്ടമായ ഭോജ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കേണ്ടതും അതുപോലെ തന്നെയുള്ളതാവണം. നമ്മുടെ മനസ്സാകുന്ന പ്രേമമാകുന്ന പുഷ്പങ്ങളെ കൊണ്ടാണ് ഇവിടെ പുഷ്പാഞ്ജലി കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സങ്കല്പങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ ഒന്നല്ല, ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും കൂടിയിട്ട് ഒരുമിച്ച് ശ്രാദ്ധ ഊട്ടലായിരുന്നു. അപ്പോൾ ആ ശ്രാദ്ധ ഊട്ടണ സമയത്ത് ഇന്നലെ ഞങ്ങളിങ്ങനെ പോയപ്പോൾ അതിൻ്റെ അശുദ്ധങ്ങളെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് പോയി. പഴയ കാലത്തുള്ള ശുദ്ധം, ഇപ്പോഴത്തെ ശുദ്ധമൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് നിലത്തിരിക്കാൻ ഇത്തിരി പ്രയാസമുള്ളത് കൊണ്ട് ഞാൻ പതുക്കെയൊക്കെ ഇരുന്ന് അപ്പോൾ ഞാൻ ചമ്പറം പടിഞ്ഞിട്ടായിരുന്നു, എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും നമ്മൾ പറഞ്ഞതോ ഞാനും സുലോചനേച്ചിയൊക്കെ കൂടി ഇന്നലെ പോയപ്പോൾ ഇതിങ്ങനെ ചർച്ച ചെയ്തിട്ടാണ് പോയി. ഞങ്ങൾ പറഞ്ഞതൊന്നും അറിഞ്ഞിട്ടല്ല. അദ്ദേഹം അത് ഇളയത് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അതെ, എങ്ങനെ ഇരിക്കണു, എങ്ങനെയാവണു, എന്ത് ചെയ്യണു എന്നുള്ളതിലല്ല പ്രാധാന്യം, മനസ്സാണ് പ്രധാനം. നമ്മൾ സമർപ്പിക്കുന്ന സമർപ്പണത്തിനാണ് പ്രധാനം. ആത്മാർത്ഥമായിട്ട് അച്ഛനെയും അമ്മയും മുമ്പിലിരുത്തിയിട്ട് ആഹാരം വിളമ്പി കൊടുക്കണമെന്നുള്ള ഭാവത്തിൽ നമ്മൾ ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ടായാൽ മതി, ആ ഒരു ആത്മസമർപ്പണം ഉണ്ടായാൽ മതി. ബാക്കിയൊക്കെ അതൊരു ചടങ്ങ് മാത്രമാണ് എന്നതാ അദ്ദേഹം അവിടെ. അത് ഭഗവാന്റെ വാക്ക് തന്നെയാണ്. നമ്മൾ ചോദിച്ചില്ലേ ഭഗവാൻ നമ്മളോട് സംസാരിക്കുമെന്ന്, ഇത് ഭഗവാന്റെ ഉത്തരമാണ്, ഭഗവാന്റെ വാക്കാണ്. ബാക്കിയുള്ള അപ്പോൾ നമുക്ക് ആ ഒരു ഭാവം ഉണ്ടാവണം. ഇത് ഉദാസീനത കൊണ്ട് ഇപ്പോൾ അങ്ങനെ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല, അങ്ങനെ ഉദാസീനത കൊണ്ടല്ല നമ്മൾ ചെയ്യാണ്ടിരിക്കണത്. നമ്മളെന്താ ചെയ്യാണ്ടിരിക്കണത്? നമുക്കതിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ കാരണം ശരീരബോധം നമ്മുടെ കയ്യിൽ നിന്നൊന്നും വിട്ടുപോയിട്ടില്ല. നമ്മളാരും സന്യാസിമാരൊന്നും ആയിട്ട് തീർന്നിട്ടില്ല. അപ്പോൾ ആ ബോധമുണ്ട്. അപ്പോൾ അതിന് വരണ ബുദ്ധിമുട്ടുകളെ കൊണ്ട് നമുക്കത് സാധിക്കാണ്ട് വരുമ്പോൾ നമ്മളപ്പോൾ എന്താ അത് വയ്യാത്ത പിന്നെ കാലങ്ങൾക്കും ദേശത്തിനും അനുസരിച്ചിട്ട് നമ്മളത് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടുല്ലേ ശ്രീരാമചന്ദ്ര പ്രഭു എന്താ പിണ്ണാക്കാണ് അവിടെ ചെയ്തു വെച്ചത്. ഞാൻ അരിഭക്ഷണം കൊണ്ട് മാത്രമേ ചെയ്യുള്ളൂ എന്നല്ല, അവിടെ എന്താണോ അവനവൻ കഴിക്കണത് അതുകൊണ്ട് സമർപ്പിക്കാനാണ് പറയുന്നത്.
അപ്പോൾ അവനവൻ്റെ ആ മനസ്സാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അവനവൻ്റെ മനസ്സാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഈ ശരീരം മുഴുവനും പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ്. അത് ആ പഞ്ചഭൂതത്തിൽ ലയിക്കാനുള്ളതാണ്. അപ്പോൾ അതുപോലെ അഭിമാനം, ഡംഭം, ഹിംസ, ക്രൂരത, കാമം, ക്രോധം തുടങ്ങിയതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞാലാണ് ആ മനസ്സ് പരിശുദ്ധമാവുള്ളൂ. അത് മനസ്സിൽ നിന്ന് കളയണമെങ്കിൽ മനസ്സില്ലാണ്ടാവുക തന്നെ വേണം. മനസ്സ് എന്ന് വെച്ചാൽ എന്താ? കുറേ ചിന്തകളാണ് മനസ്സ്. ചിന്തകളില്ലാണ്ടിരിക്കുന്ന അവസ്ഥയാണ് മനസ്സില്ലാണ്ട്. അപ്പം നമുക്ക് ശാന്തമായിട്ടിരിക്കുക. അതെപ്പോഴാണ് നമുക്ക് അനുഭവപ്പെടണേ? നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് ഭഗവാനെ നോക്കി ഇങ്ങനെ തൊഴുമ്പോൾ ഭഗവാനെ അതിൻ്റെ ആ സൗന്ദര്യം അതിമനോഹരമായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുള്ള ആ മുല്ലോർലി തേവരുടെ ആ മനോഹരമായ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ആ ഭഗവാന്റെ ഓരോ അംഗഭാഗങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ട് ഇന്ന് എനിക്ക് തോന്നിയത് ഭഗവാൻ ഇത്തിരി നീളം കൂടിയിട്ട് നിൽക്കുക എന്ന് തോന്നി. അങ്ങനെ ഓരോ ദിവസവും ഓരോ ഭാവമാണ്. നല്ല നീളത്തിലാണെന്നെന്താ മെലിഞ്ഞ പോലെ തോന്നുക. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഓരോ ഭാവങ്ങൾ വരും. അപ്പോൾ അതിനെയൊക്കെ ആസ്വദിച്ച് നമ്മൾ ശാന്തമായിട്ട് അവിടെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ മനസ്സനങ്ങില്ല പൂർണ്ണമായിട്ട്. ആ ഒരു സെക്കൻഡ് നമുക്ക് കിട്ടുന്ന ഒരു ശാന്തിയുണ്ട്. ആ ശാന്തി നമ്മൾ അനുഭവിച്ചതാണ്, അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കുന്ന വളരെ സെക്കൻഡുകളാണ്. അപ്പോൾ ഇത് ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട് എന്തേ ഉണ്ടാവാൻ പറ്റില്ല? ആനന്ദം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സ് ഏകാഗ്രമാവുള്ളൂ എന്ന് പറയണു. അപ്പം അങ്ങനെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സുഖം, കണ്ണിനെ കൊണ്ട് എത്ര കണ്ടു നമ്മൾ, അല്ലെ? ഇത്രയും കാലം ജീവിച്ചു, 50 വയസ്സ് വരെ ജീവിച്ചവരെല്ലാവരും, അതിലും കൂടുതലുള്ളവരേ ഉള്ളൂ, കുറവുള്ളവരില്ല. അപ്പോൾ ഏകദേശം ഒരു 50 കണക്കാക്കിയിട്ട് നമ്മൾ പറയും 50 വർഷം ജീവിച്ചു. എന്നിട്ട് ഈ കണ്ണുകൊണ്ട് നമ്മൾ എന്തെല്ലാം കാഴ്ചകൾ കണ്ടു. എന്നിട്ട് നമുക്ക് മതിയാവുണ്ടോ? ഇനിയും അത് കാണണം, ഇത് കാണണം, അത് കാണണം. ആ കണ്ണിന് മതിയാവണില്ല. ഈ ചെവി കൊണ്ട് എന്തെല്ലാം വാർത്തകൾ, ഈ ലോകവർത്തമാനങ്ങൾ കേട്ടു. ഇനിയും എന്താ? ഇവിടെ ഇരുന്ന് നാമം ജപിക്കണ സമയത്തായാലും അപ്പുറത്ത് നിന്ന് 2 ആൾക്കാർ വർത്തമാനം പറഞ്ഞാൽ നമ്മളിതാ ഇത്ര അടുത്ത് നിന്ന് പറയുന്നത് ആവേണ്ട നല്ലോണം ചെവിടാക്കിയിട്ട് അവരെന്താ പറയണേ എന്ന് ശ്രദ്ധിക്കുകയാണ്. ചെവിക്ക് എത്ര കേട്ടാലും മതിയാവണില്ല, കണ്ണിന് എത്ര കണ്ടാലും മതിയാവണില്ല. ഭഗവാന്റെ നാമം ജപിക്കൂ എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ നല്ല ശക്തിയോടുകൂടി ഉഷാറായിട്ട് ജപിക്കും. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദമൊക്കെ ഇങ്ങനെ താന്ന് ആലസ്യത്തിലേക്ക് പോവുകയാണ്. അതേസമയം ഇവിടെ ഇരുന്നിട്ട് കാലത്തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വർത്തമാനം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു നോക്കൂ. ഇവിടെ നിന്ന് അടുത്ത വീട്ടുകാരൊക്കെ വന്നിട്ട് പറയും ഇതൊന്നും നിർത്തും. അതിന് മൈക്ക് കൂടി വേണ്ട. ഇവിടെ മൈക്ക് വെച്ചിട്ട് പറഞ്ഞിട്ടും നാമജപം പുറത്തേക്ക് കേൾക്കണില്ല. പക്ഷേ അത് ആരെയും പരിഹസിക്കുകയല്ല. അത് മതിയാവണില്ല, നാവിനെ സംസാരിച്ചിട്ട് മതിയാവണില്ല. അതുപോലെ ചെയ്യണത് നമ്മുടെ ആ സുഖത്തിന് വേണ്ടിയിട്ടും സന്തോഷത്തിന് വേണ്ടിയിട്ടും എന്തൊക്കെ ചെയ്തിട്ടും നമുക്ക് ആ വൃത്തികൾ മതിയാവുണ്ടോ? അപ്പോൾ ഇതെല്ലാം നിയന്ത്രിക്കുകയാണ് വേണ്ടത്. ഇതിൽ നിന്നൊക്കെ മുക്തി നേടുകയാണ് വേണ്ടത്. ജനിച്ചാൽ ജനിച്ചു വലുതായി ഇത്ര വരെ എത്തി. ഇപ്പോഴും നമുക്കെന്താ വിചാരം? നമുക്ക് ആ 18-19 വയസ്സായിട്ടുള്ള 60 നമുക്ക് തോന്നണേ ഇല്ല. 60 വയസ്സൊന്നും ആയിട്ടില്ല. ഇപ്പോഴും നമുക്ക് അത് നല്ലതാട്ടോ, അതൊരു നിലയ്ക്ക് നല്ലതാണ് ആ ഊർജ്ജസ്വലത ഉണ്ടാവുന്നത്. അതുപോലെ വാർദ്ധക്യം വരണു, മരിക്കണു, ഈ ശരീരം എപ്പോൾ വേണമെങ്കിൽ വിട്ടു പോവാം എന്നുള്ള സത്യത്തിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കണവരൊക്കെ എപ്പോൾ വേണമെങ്കിലും പോവാം എന്നുള്ള ആ ഒരു സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അപ്പോൾ ഉള്ള സമയം, ഇത്രയും സമയം പാഴായിപ്പോയി, ഇനിയുള്ള തിരിച്ചറിഞ്ഞ സമയം തൊട്ട് ഇനി ഈശ്വരോപാസനയോട് കൂടിയിട്ട് ഈശ്വര കഥകളോട് കൂടിയിട്ട് സത്സംഗത്തിലിരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു ഭക്തിപൂർവം അങ്ങനെ മനസ്സ് ശുദ്ധി വരുത്തിയിട്ട് ദേഹശുദ്ധി വരുത്തിക്കൊണ്ട് ഈശ്വര പൂജ ചെയ്തിട്ട് നിത്യവും നല്ല പ്രവർത്തികൾ, നല്ല ചിന്തകൾ, സത്യമായിട്ടുള്ള നിഷ്ഠ, അങ്ങനെ എല്ലാം ഭഗവാനിലേക്ക് തിരിക്കുക. അങ്ങനെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സുഖങ്ങളെപ്പറ്റി ഓർക്കുക പോലും ചെയ്യരുതെന്നാണ് പറയണത്. അങ്ങനെ ജന്മം, വാർദ്ധക്യം, മരണം ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ അഹങ്കാരവും അവിടെ തീരും. അപ്പം അങ്ങനെ നമ്മളിതാ സുഖമായിട്ട് ജീവിക്കണം. അപ്പം അങ്ങനെയാകുമ്പോഴാണ് ആ പരമജ്ഞാനം നേടാനായിട്ട് ഉള്ള തത്വമസി എന്നുള്ള അതിനെ നമ്മൾ മനനം ചെയ്യുക. ഞാൻ ആരാണ്? രമണ മഹർഷി പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ആര് എന്നുള്ളത് എപ്പോഴും വേറെ ഒരു മന്ത്രവും നമ്മൾ ചൊല്ലണ്ട അത്രേ. ഞാൻ ആരാ എന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തികഞ്ഞുകൊണ്ടിരുന്നാൽ ആ സത്യം ബോധിക്കുന്ന പറയണേ. ഇപ്പോൾ ആത്മാവ് എന്താണെന്ന് അറിയണമെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ദേഹം, ബുദ്ധിയും, പ്രാണനും, അഹങ്കാരം, മനസ്സും ഒന്നുമല്ല ആത്മാവ്. അതിനും അപ്പുറത്താണ് ആത്മാവ് നിൽക്കുന്നത്.
എന്നെല്ലാം പറഞ്ഞ് ആ ആത്മബോധം ഒക്കെ ഉണ്ടാവും. ജ്ഞാനം ഉണ്ടാകണത് വിജ്ഞാനം കൊണ്ടാണ്. ജ്ഞാനം ഉണ്ടാവണം. അജ്ഞാനമാണ് നമ്മളിപ്പോൾ ആ ഭഗവാനെ, ജ്ഞാനം എന്ന് വെച്ചാൽ ഈശ്വരനെ അറിയണ അറിവാണ്. അപ്പോൾ അതുകൊണ്ട് ആ അജ്ഞാനം പോയാൽ വിജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിതാ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവാനാണ്, സകല ജീവരാശികളിലും ഇരിക്കുന്ന ഈശ്വരനാണെന്നുള്ള സത്യമൊക്കെ ബോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തിനോടാ ശത്രുതയുള്ളത്, ആരോടാ പരാതിയില്ലേ, ആരോടാ പരിഭവമുള്ളത്. അപ്പോൾ ആ ഓരോ ജീവനും ഇപ്പോൾ നമ്മളോട് പെരുമാറുന്നത്, എല്ലാവരുടെ ഉള്ളിലും ഈശ്വരനാണെങ്കിൽ എല്ലാവരും ഒരുപോലെ പെരുമാറണ്ടേ. ചിലവർക്ക് എന്താ ദേഷ്യം കൂടുതൽ, ചിലവർക്ക് വേറെ സ്വഭാവങ്ങൾ കൂടുതൽ, ചിലവർ നന്നായിട്ടിരിക്കുന്നു, ചിലവർ അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടല്ലേ. അത് ഓരോ ശരീരവും എടുത്തിരിക്കുന്നത് ഓരോ ജീവൻ്റെയും പൂർവജന്മകൃതമായ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ ആ ശരീരം കൊണ്ട് അനുഭവിക്കേണ്ടതിനൊക്കെ അനുഭവിക്കുകയാണ് അവിടെ ചെയ്യണത്. അതുകൊണ്ടാണ് ആ ഓരോരുത്തരുടെയും പ്രകൃതിയും വേറെ വേറെ ആയിട്ട് ഇരിക്കുന്നത്. പക്ഷേ എല്ലാവരുടെയും ഉള്ളിൽ ആ ഈശ്വരൻ തന്നെയാണ് എന്ന് നമ്മളോട് ശ്രീരാമചന്ദ്ര പ്രഭു കാണിച്ചു. എത്ര കോപത്തോടു കൂടി വന്നാലും ഏത് ഭാവത്തിൽ വന്നാലും എന്ത് വേണം, ശാന്തമായി നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അതിനെ നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതാണ് വേണ്ടത്. നമ്മളത് അതിനനുസരിച്ച് തിരിച്ച് അതേ ഭാവത്തിൽ അങ്ങോട്ട് ചെന്നാൽ അതുകൊണ്ട് രക്ഷയില്ല. അപ്പം അതിങ്ങനെ പറയണം. അപ്പോൾ ഏകാഗ്രമായിട്ട് യോഗികൾ ജ്ഞാനങ്ങളെ കൊണ്ട് ഈശ്വരനെ പ്രാപിക്കാൻ കഴിയും. എന്നാൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് എങ്ങനെയാണ്? അതൊന്നും സാധിക്കില്ല. എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടേ? ഭക്തി ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. ഭഗവാന്റെ ഭക്തി ഉണ്ടാവണം. ഭക്തി ഉണ്ടാവാൻ എന്താ വേണ്ടത്? നിരന്തരമായിട്ട് നാമം ജപിക്കുക തന്നെ വേണം ഭക്തി ഉണ്ടാവാൻ. ആ ഭക്തി ഉണ്ടാവാൻ പിന്നെ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരോട് സമ്പർക്കം. അനാവശ്യമായ വർത്തമാനങ്ങളൊക്കെ പറയണവർ നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതിൻ്റെ സൂത്രം. അവർ വരണ കണ്ടാൽ അറിയാം ഇപ്പോൾ അപ്പുറത്തെയും വീട്ടിലത്തെ കാര്യങ്ങൾ പറയാനാണെന്ന്. അപ്പോൾ ഒന്നിലോ ഭാഗവതോ രാമായണോ എന്തെങ്കിലും എടുത്തു വയ്ക്കാം, അവർ വരും, നമുക്ക് ഒരുമിച്ചിരുന്ന് വായിക്കാം എന്ന് പറയുന്ന അമ്പലത്തിൽ എന്താ ഉണ്ടായെന്നറിയോ? സത്സംഗത്തിൻ്റെ കാര്യം ഇന്ന് പോയിണ്ടായിരുന്നു ഞങ്ങൾ എന്ന് പറയുമ്പോൾ അത് എനിക്ക് ഇത്തിരി തിരക്കുണ്ട്, ഞാൻ ഇപ്പോൾ കോട്ടയം തന്നെ അവർ പോകുന്നില്ലോ. അല്ലെങ്കിൽ അവരത് കേട്ടിരുന്നിട്ട് അവരും ഈശ്വരനാമം ജപിക്കാൻ തുടങ്ങും. രണ്ടായാലും നമുക്ക് ഗുണമാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ അകറ്റുക. ഭക്തന്മാരോട് നിരന്തര സമ്പർക്കം ഉണ്ടാവുക. പിന്നെ ഏകാദശി മുതലായ വ്രതങ്ങൾ അനുഷ്ഠിക്കുക. വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ആകെ കൂടി ഏകാദശി വ്രതം അനുഷ്ഠിക്കുക, ഉപവാസം ചെയ്യാന്ന് തന്നെ ഭക്ഷണം ഉപേക്ഷിക്കുക. ഇത് മാത്രമേ നമുക്ക് തോന്നുന്നുള്ളൂ. വേറെ ഒന്നുമില്ല. കുളിക്കുക, ഭക്ഷണം ഉപേക്ഷിക്കുക, അങ്ങനെ അതായത് ശരീരപീഠയെ മാത്രമേ നോക്കണുള്ളൂ നമ്മൾ. അത് വേണ്ടാന്നല്ല, പക്ഷേ അതിനേക്കാളും ഏറ്റവും അത്യുത്തമം അനുഷ്ഠാനം എന്താ? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. പറയുക, ഇനി അടുത്ത ഏകാദശിയുടെ അന്ന് ഞാൻ ആഹാരം ഉപേക്ഷിച്ച് നിഹാരം ഉപേക്ഷിച്ച് ഇരുന്ന് തലവേദനയും വയ്യായും ഒക്കെ ഉണ്ടാക്കി തീർക്കണം. അത് ചെയ്യാൻ പറ്റണവർക്ക് ചെയ്യേണ്ട ഏറ്റവും ശ്രേഷ്ഠമാണ്. അത് ശരീരത്തിനെയും കൂടിയും ജയിക്കാൻ പൂർണ്ണമായിട്ട്. അത് പറ്റാത്തവർ വിചാരിക്കുക, ഞാൻ ഇന്നത്തെ ദിവസം മുഴുവനും നാമം ജപിക്കും, അല്ലെങ്കിൽ സാധിക്കുന്നവർ മൗനവ്രതത്തിലാണ് എന്ന് പറയുക. എന്നിട്ട് മനസ്സുകൊണ്ട് ഇങ്ങനെ നാമം ജപിക്കുക, വേറെ വർത്തമാനങ്ങളൊന്നും പറയാണ്ട്. അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളാണ് കൂടുതൽ ഈശ്വരനിലേക്ക് നമ്മളെ അടുപ്പിക്കാനായിട്ട് സഹായിക്കുക. അപ്പോൾ അങ്ങനെ ഓരോന്നും ആ വ്രതങ്ങൾ അനുഷ്ഠിക്കുക. പിന്നെ പൂജ, വന്ദനം, അതൊക്കെ ഉണ്ട്. ഭാവിക്കുക, ഭഗവാൻ ഉണ്ണിക്കണ്ണൻ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഒരു വിഗ്രഹം അങ്ങനെ വെച്ചു, ഉണ്ണിക്കണ്ണൻ എൻ്റെ മുമ്പിൽ വന്നു, എൻ്റെ അടുത്തേക്ക് കൈ നീട്ടുണ്ട്, ഞാൻ വെണ്ണ തരാം. മനസ്സിൽ നമുക്കിത് ഭാവന ചെയ്തിട്ട് കൈ നിറയെ വെണ്ണ കൊടുക്കേണ്ടതായിട്ട് ഭാവിക്കാം. ഭഗവാന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഭാവന ചെയ്യാം. പിന്നെ പൂജ ചെയ്യാം, വന്ദനം ചെയ്യാം. ഇതൊക്കെ പുഷ്പങ്ങളുണ്ടെങ്കിൽ മാത്രമേ പൂജ ചെയ്യാവൂ എന്നൊന്നുമില്ല. മനസ്സിലുണ്ടാകുന്ന ആത്മപുഷ്പം നിവേദിച്ചിട്ട് ചില ദിക്കിൽ ചെന്നാൽ അവർ പുഷ്പമൊന്നും തരില്ല പുഷ്പാർച്ചനയ്ക്ക്. നമ്മളിങ്ങനെ ആ കൈ ഇങ്ങനെ വയ്ക്കണം. നമ്മുടെ കയ്യിൽ നിറച്ച് പുഷ്പം ഉണ്ടെന്ന് ചിന്തിച്ചിട്ട് കൈ ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് ഓം വിശ്വസ്മേ നമ, ഓം വിഷ്ണവേ നമ, അങ്ങനെ ഇതുള്ളൂ. പുഷ്പമൊന്നുമില്ല. സങ്കല്പം ഇവിടെ ഭഗവാൻ നമ്മുടെ മുമ്പിലിരിക്കുന്നു. അവിടെ ഒന്നുമില്ല, വിളക്ക് പോലും കത്തിച്ച് വയ്ക്കില്ല. അവർ പറയണേ അത് സങ്കല്പിക്കുക, നിങ്ങൾ ഇവിടെ ഇരിക്കുക, അവിടെ മുമ്പിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. അതിങ്ങനെ ജപിച്ചു തരും. അതിങ്ങനെ കേട്ടിട്ട് നമ്മളിതാ പൂക്കൾ ഇങ്ങനെ വാരി. അതല്ലാണ്ട് പ്രത്യക്ഷത്തിൽ അവർ പറഞ്ഞു തരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രത്യക്ഷത്തിൽ നമ്മളിത് ചെയ്യുമ്പോൾ ഒരാളുടെ അടുത്ത് പൂവ് കുറഞ്ഞു, മറ്റൊരാളുടെ അടുത്ത് പൂവ് കൂടി, അയാൾ ഇതേപോലെ. കാരണം എല്ലാവരും ഒരുപോലെ എടുത്തിടുമെന്ന് പറഞ്ഞാൽ ഇടില്ല. ചിലവർ കുറേ പൂക്കളിടും, ചിലവർ ഒരെണ്ണം ഇടും. അപ്പോൾ അങ്ങോട്ട് ശ്രദ്ധയും അവരെ കഴിഞ്ഞ് വിളക്ക് കെട്ടും. ഇതൊക്കെ ശ്രദ്ധയുണ്ടാവുമല്ലോ. അപ്പോൾ ഈ അശ്രദ്ധകളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് പറയും. ആദ്യം തന്നെ പറയും കണ്ണടച്ചിരിക്കാൻ പറയും. കണ്ണടച്ചിരിക്കുന്നു. സാക്ഷാൽ ആ ഭഗവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപം, കൃഷ്ണനായിക്കോട്ടെ, വിഷ്ണു ആയിക്കോട്ടെ,
രാമനായിക്കോട്ടെ, ഏത് രൂപമായിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇതാ ഭഗവാൻ ഒരു പീഠത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഇതായിരിക്കുന്നു. നിങ്ങൾ ആ പീഠത്തിന് ചൂടെ ഭഗവാന്റെ പാദത്തിനടുത്തായിട്ട് നിങ്ങളിതായിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. സങ്കല്പിച്ച് കഴിഞ്ഞിട്ട് ആ സങ്കല്പത്തിൽ ഇരുന്നിട്ട് ഓരോന്നും ഓരോ മന്ത്രങ്ങൾ ഈ മന്ത്രം ഓരോന്നും കയ്യിൽ നിറയെ പുഷ്പങ്ങളുണ്ടെന്ന് സങ്കല്പിക്കുക. ഈ പുഷ്പം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് ആ ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ പാദത്തിലേക്ക് ഇടുക. കുറേ നേരം അവരുടെ കൂടെ ഇരുന്ന് ജപിച്ച് കഴിഞ്ഞാണ്ടല്ലോ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ആ ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടൊക്കെയാണ് ചിലപ്പോൾ സങ്കല്പിക്കുമ്പോൾ എങ്ങനെയാണ് ഭഗവാൻ ഇങ്ങനെ ഒരു കാല് തൊടയിൽ കയറ്റി വെച്ച് മറ്റേ ഒരു പാദം മാത്രമേ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് ഇങ്ങനെ ഇവർ പറയുമ്പോൾ വേറെ ഒന്നും ശ്രദ്ധ പോവില്ല. നമ്മുടെ ഓരോ മന്ത്രത്തിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഇഷ്ടത്തോടു കൂടിയിട്ട് നിറയെ പൂക്കൾ, അത് നമുക്ക് ഇഷ്ടമുള്ള പൂക്കളാവാം, തുളസിയാവാം, തെച്ചിയാവാം, അതുപോലെ താമരയാവാം. അത് അവിടെ പൈസയൊന്നും കൊടുക്കണ്ടല്ലോ, ഇഷ്ടമുള്ള പൂക്കൾ ഓരോ പിടി വാരിയിട്ട് നമ്മളിങ്ങനെ ആകുമ്പോൾ കുറേ കഴിയുമ്പോണ്ടല്ലോ ഭഗവാന്റെ ആ മടി നിറയണ വരെ പൂക്കൾ അങ്ങനെ കയറി 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 വന്ന് മടി നിറയണ വരെ അരന്ന് താഴെ ഒരു പൂക്കൾ മൂടിയിട്ട് ആ ഭഗവാൻ ഇതിങ്ങനെ ആസ്വദിച്ചിട്ട് ചിരിച്ചിരിക്കണത് നമുക്ക് അനുഭവമായിട്ടുണ്ട്. അങ്ങനെയുള്ള അവരുടെ അടുത്തുനിന്ന് കേൾക്കണം അവരുടെ ശബ്ദം ഉണ്ടല്ലോ, ആ പുണ്യാത്മാക്കളുടെ ശബ്ദം തന്നെ നമുക്ക് തോന്നും ഭഗവാന്റെ ശബ്ദം പോലെ. അത്രയും മനോഹരമായ ശബ്ദമാണ്. അപ്പോൾ നമുക്ക് ഇത്രയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മനസ്സിൽ നമുക്കും ഓരോ വർത്തമാനം, നമുക്ക് ഇത്ര മന്ത്രങ്ങളൊന്നും അറിയില്ല, കുറേ മന്ത്രങ്ങൾ അറിയില്ല, കാണാണ്ട് അറിയില്ല, കണ്ണടച്ച് പിടിച്ചിട്ട് നമുക്ക് മന്ത്രം ചൊല്ലാൻ അറിയില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇതറിയാലോ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ആ മന്ത്രം അറിയാത്തവരില്ല. എന്നും നിങ്ങളിതൊന്ന് ശീലിച്ച് നോക്കൂ. കുറച്ച് നേരം ഇരിക്കുക, എപ്പോഴെങ്കിലും ഏത് സമയമായിക്കോട്ടെ. അതിന് ഇന്ന സമയമൊന്നുമില്ല, ആരും അറിയാണ്ട് അതിന് ഇന്ന സ്ഥലത്തിരിക്കണമെന്നൊന്നുമില്ല. നമ്മൾ ബെഡ്റൂമിൽ പോയി വാതിലടച്ചിട്ടിട്ട് മേല് കഴുകാൻ പോകുകയെന്ന് പറയാം. എന്നിട്ട് വാതിലടച്ചില്ല, മേല് കഴുകണോ ഇല്ലയെന്നൊന്നും ആരും അറിയില്ലല്ലോ. അവിടെ ചമ്പ്രം പടിഞ്ഞിരുന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇരിക്കാൻ പറ്റുന്നത് അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ സങ്കല്പിക്കുക. നമ്മൾ ചമ്പരം പടിഞ്ഞ് ഭഗവാന്റെ ആ പാദത്തോട് ചേർന്ന് തൊട്ടടുത്താണ് ഇരിക്കുന്നത്. ആ ഭഗവാന്റെ ആ മാറിലുള്ള വനമാലയുടെയും ആ ശരീരത്തിൽ ചാർത്തിയിട്ടുള്ള കളഭത്തിൻ്റെയൊക്കെ ആ ഗന്ധമൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് തുളസിയുടെയൊക്കെ ഗന്ധം വരുന്നുണ്ട്. അതൊക്കെ സങ്കല്പിച്ചിട്ട് ആ ഭഗവാനെ പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്ന ആ ഭഗവാനെ നല്ലോണം അടിതൊട്ട് മുടി വരെയൊക്കെ ഇങ്ങനെ നോക്കി നമ്മളിതാ ഇങ്ങനെ ചെയ്ത് നോക്കൂ. എന്നും ഈ ഒരു സാധന ചെയ്ത് നോക്കും, നല്ല വ്യത്യാസം ഉണ്ടാവും, ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ശരിക്കും ഭഗവാൻ നമ്മളെ തൊട്ടടുത്ത് കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അനുഭവമാവും. അങ്ങനെ അനുഭവമാവും, ഉറപ്പായിട്ടും അനുഭവമാവട്ടെ. അതാണ് അപ്പം ഭക്തി എന്ന് പറയുമ്പോൾ നമുക്ക്, കാരണം പുസ്തകത്തിൽ അച്ചടിച്ച് വെച്ച അതേ ഭാഷയിലൊന്നും വേണ്ട, ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിൽ വേണമെങ്കിൽ സങ്കല്പിക്കാം. അങ്ങനെ ആ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ശരിക്കും അവരാണ് ജീവൻ മുക്തന്മാരാണ് എന്ന് പറയുന്നു. ഇതെല്ലാവരോടൊന്നും പറയാൻ പാടില്ല, ഭക്തിയുള്ളവരോടേ പറയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഭാഗവത സപ്താഹമൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രസംഗമൊക്കെ ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ ആ പീഡിയയുടെ അവിടെ ഒരു സ്റ്റേജൊക്കെ കെട്ടിയിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കണ കാണാം അല്ലേ. ഈ രാഷ്ട്രീയക്കാരൊക്കെ വന്ന് പ്രസംഗിക്കുമ്പോൾ എന്താ അവിടെ സ്റ്റേജ് കെട്ടി അത് അവിടെ നിന്ന് പ്രസംഗിക്കും. പക്ഷേ അങ്ങനെ എല്ലാവരോടും വിളിച്ച് പറയാനുള്ളതല്ല ഭാഗവതം. അത് ഏതെങ്കിലും ഗൃഹങ്ങളിലോ ക്ഷേത്രങ്ങളിലോ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അതിന് ആഗ്രഹമുള്ളവർ അങ്ങോട്ട് വരണം. അപ്പോൾ അവിടെ വരണവർ നമ്മളെ അവിടെ വന്ന് നമ്മളവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ആരാ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത്? ഗുരുവായൂരപ്പനാണ് കൊണ്ടുവന്ന് ഇരുത്തിയേക്കണേ. അപ്പോൾ നമുക്ക് ആ ഗുരുവായൂരപ്പൻ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയല്ലോ, എനിക്കിത് കേൾക്കാനായിട്ട് സാധിച്ചുല്ലോ ഭഗവാനെ, എനിക്ക് ശ്രദ്ധയോട് കൂടിയിട്ട് ഇത് പൂർണ്ണമായിട്ട് അനുഭവമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ച് കൊതിയോടുകൂടി മറ്റൊന്നിലേക്കും ശ്രദ്ധ പോവാണ്ട് നമ്മളുടെ ഒരു പ്രവൃത്തിയും മറ്റാളുടെ ശ്രദ്ധയ്ക്കും കോട്ടം വരുത്താതെ കണ്ട് അവിടെ ഇരിക്കണം. അപ്പോൾ നമുക്ക് ശരിക്കും കൂടുതൽ അത് അനുഭവമായിട്ട് തീരും. എപ്പോഴും മുന്നിൽ വന്നിരിക്കാൻ നോക്കുക, ഏറ്റവും മുന്നിൽ. പിന്നിലൊക്കെ ചെന്നിരുന്നാൽ പറഞ്ഞല്ലോ നമ്മൾ സാധാരണ മനുഷ്യരാണ്, എത്രയായാലും പിന്നിൽ വന്നിരുന്നാൽ അവിടെ പോകണവരെ നോക്കി ഇവിടെ പോകണവരെന്നും മനസ്സ് വികല്പമായി പോകും. അധികം മുന്നിൽ വന്നിരിക്കാൻ നോക്കുക. മുന്നിലിരുന്നിട്ട് അത് വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ പറ്റുക. അഥവാ മുന്നിലിരിക്കാൻ പറ്റിയില്ല, ഏറ്റവും പിന്നിലാണോ സ്ഥാനം കിട്ടിയതെന്ന് വിചാരിച്ചാൽ കണ്ണടച്ചിരിക്കുമ്പോൾ ഉറക്കം വരിക എന്ന് പറഞ്ഞാൽ പുസ്തകം ഏതെങ്കിലും എടുത്തിട്ട് ഭാഗവത പുസ്തകം ഉണ്ടാവില്ല, ആദ്യം പറയണത് അതിലേക്ക് നോക്കിയിരുന്ന് കേൾക്കുക. അപ്പുറത്തേക്കും ശ്രദ്ധ പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അനുഭവമായിട്ട് തീരും എന്ന് പറഞ്ഞത്. അടുത്ത ഭാഗം നമുക്ക്
പാരായണം ചെയ്യാം. ഹരേ രാമ ഹരേ രാമ ജാനകീ ജീവനസ്മരണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനാരിത്തിരി നേരാമിരുന്നീടിനോരനന്തരം ഗൗതമീ തീരെ മഹാഗാനനെ പഞ്ചവടി ഭൂതലേ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനി നിശാചരി. ഹരേ കൃഷ്ണ. ഒന്നുകൂടെ വായിക്കാട്ടോ അത്. ജാനകീ ജീവനസ്മരണം ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനാരിത്തിരി നേരാമുരുന്നിടുന്നോരനന്തരം ഗൗതമീ തീരെ മഹാഗാനനെ പഞ്ചവടി ഭൂതലേ മനോഹരേ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരീ ജന്മസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി പങ്കജധ്വജ അങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പാതകങ്ങളിൽ അതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകമുൾക്കൊണ്ടു രാമമാശമകമ്പുക്കാൾ ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രാജം ഭവഭയനാശനം പരം മാനവാവീരം മനോമോഹനം മയാമയം മാനസാഭവാസമം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിയിടുന്നതു കണ്ടു മീനകേതന പീഡിതയാളേറ്റം സുന്ദരവേഷത്തോട് മന്ദഹാസവും ഇന്ദിരാവരനോട് മന്ദമായരുൾ ചെയ്താൾ. ആരടോ ഭവാൻ ചൊല്ലിയിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജഡാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും എന്നോട് പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോട്. നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാനാഖ്യയാ ശൂർപ്പണഖാ കാമരൂപിണിയല്ലോ. ഖരദൂഷണ തൃശിരാക്കളം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനേ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാൻ അറിഞ്ഞിലതും പുനാരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. സുന്ദരി കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപനന്ദനൻ്റെ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യവൾ ജനകാത്മജാ സീതാധന്യേ മദ്ഭ്രാതാവായ ലക്ഷ്മണനിവനടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൽ നിശാചരി എന്നോടുകൂടെ പോന്നു രമിച്ചു കൊള്ളണം. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മനവാ വീരനവളോടരുൾ ചെയ്തിടിനാൻ. ഞാനിഹാ തപോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നതു സദാകാലം. ജാനകിയാകൂം ഇവളെന്നുടെ പത്നിയല്ലോ, മനസ്സേ പാത്താൽ വെടിഞ്ഞിടരുതെന്നുകൊണ്ടും സാപത്ന്യാൽ ഭവാ ദുഃഖം എത്രയും കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. ലക്ഷ്മണൻ മമ ഭ്രാത സുന്ദരൻ മനോഹരൻ ലക്ഷ്മി ദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ. സംഘവും നിന്നീലേറ്റം വർദ്ധിക്കും അവനടോ മംഗലാശീലൻ അനുരൂപനെത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ. എന്നതു കേട്ട നേരം സൗമിത്രി സമീപെ പോയി നിന്നവൾ അപേക്ഷിച്ചാൻ ഭർത്താവാകുന്നു തന്നെ ചൊന്നവളോടു ചിരിച്ചവനും ചെയ്താൻ എന്നുടെ പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം.
മന്നവനായ രാമൻ തന്നുടദാസൻ ഞാനോ ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലായല്ലോ ചെന്നു നീ ചൊല്ലിയിട അഖിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം എന്നാൽ അന്നേരം കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നത് കേട്ട് രാവണ സഹോദരി പിന്നെയും രഘുകുലനായകനോടു ചൊന്നാൾ എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു നിനക്കൊന്നുകൊണ്ട് മേയൊരു സങ്കടമുണ്ടായി വരാം മനവാഗിരീവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്ന് ഭുജിക്കായി വരൂ മനാരഥം ഇത്തരാമവൾ ഉര ചെയ്തതു കേട്ട നേരം ഉത്തരാമരുൾ ചെയ്തു രാഘവൻ തിരുവടി ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരു തീ വേണം ഇവളുണ്ടെനിക്കിപ്പോൾ ഒരു തീ വേണമവന അതിനാരെന്നു തിരഞ്ഞിരിക്കും നേരം അപ്പോൾ നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദൈവം വന്നു കൊതിച്ചാൽ ഇനി നിന്നെ വരിച്ചു കൊള്ളും അവനില്ല സംശയമേതും തിരിക്കെന്ന് ഇനി കാലം കളഞ്ഞിടാതെ ജൽഗാകരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനടോ രാഘവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസ്സോടും ലക്ഷ്മണാന്തികെ വേഗ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനോ എന്നോട് ഉത്തരം നീ പറഞ്ഞിടല്ലാവരൂത് നീ നിന്നിലില്ലേതും ഒരു കാംക്ഷയെന്നറിയുക നീ മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും പിന്നെയും അത് കേട്ടു രാഘവ സമീപെ പോയി ചെന്നു നിന്നപേക്ഷിച്ച ആളാശയാപലതരം കാമവും ആശാഭംഗം കൊണ്ടു കോപവും മതി പ്രേമവും ആലസ്യവും കൊണ്ടു രാക്ഷസിയപ്പോൾ മായാരൂപവും വേർപിട്ടഞ്ജന ശൈലം പോലെ കായാകാരവും ഘോരദംഷ്ടയും കൈക്കൊണ്ടേറ്റം കമ്പം ഉൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തുന്നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാൾ ഉറയൂരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കവേ മാറ്റലി കൊണ്ടു നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴി വരൂ അരുവിയാറുപോലെ ചോരയും ഒലിപ്പിച്ചു കളരാത്രിയെപ്പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ ജാനകി ജീവനസ്മരണം. അങ്ങനെ ആ ലക്ഷ്മണനോട് തത്വോപദേശമൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ആ പഞ്ചവടിയിൽ ശൂർപ്പണേഖ ആകാശത്തു കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അതിമനോഹരനായിട്ടുള്ള അതിസുന്ദരനായിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കണ്ടിട്ട് അവൾക്ക് ആ കാമം ഉണ്ടായി ശ്രീരാമചന്ദ്രനിൽ. അപ്പോൾ എന്തു ചെയ്തു? അതിസുന്ദരമായിട്ടുള്ളൊരു രൂപം ധരിച്ചു. ലക്ഷ്മി ഭഗവതി എന്ന് ഭഗവാൻ പറയണമെങ്കിൽ നോക്കൂ, അത്രയും സുന്ദരമാണ്. ആ രൂപം ധരിച്ചിട്ട് വന്നിട്ട് ചോദിച്ചു, അങ്ങ് ആരാണ്, ആരുടെ പുത്രനാണ്, എന്താ അവിടെ വരാനായിട്ട് കാരണം എന്നെല്ലാം അന്വേഷിച്ചു. പറഞ്ഞു, ഞാൻ രാവണൻ്റെ സഹോദരി ശൂർപ്പണഖയാണ്. എൻ്റെ ജ്യേഷ്ഠന്മാരുണ്ട് ഇവിടെ, അവർ ഖരദൂഷ തൃശ്ശിരാക്കളുണ്ട്, അവരുടെ അടുക്കലാണ് ഞാൻ താമസിക്കുന്നത്. അങ്ങ് ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ അയോധ്യാധിപതി ദശരഥൻ്റെ പുത്രനാണ്, എൻ്റെ പേര് രാമൻ എന്നാണ്, ഭാര്യ സീതയാണ് കൂടെയുള്ളത്, ലക്ഷ്മണൻ എന്നുള്ള സഹോദരൻ കൂടെയുണ്ടെന്നൊക്കെ പറയുമ്പോൾ പറയും, നീ എന്നെ സ്വീകരിക്കണം, ഭാര്യയായിട്ട് സ്വീകരിക്കണം, നമുക്ക് ഒരുമിച്ച് സുഖിച്ച് കഴിയാം ഇവിടെ, നിന്നെ പിരിഞ്ഞു പോകാൻ എനിക്ക് ശക്തിയില്ല, നിന്നെ കണ്ടതോടു കൂടിയിട്ട് എൻ്റെ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു, എനിക്കിനി നിന്നിൽ മാത്രമേ ഉള്ളൂ ഒരു ആഗ്രഹം, എൻ്റെ മനസ്സ് നിന്നിൽ രമിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു, ഇത്രയും താപസവേഷം ധരിച്ചിട്ട് ഭഗവാൻ പറയാണ്, ഞാൻ ഒരു താപസവേഷമൊക്കെ ധരിച്ചിട്ട് മറ്റൊന്നും ഒരു വേഷധാരണ എന്ന് ഭഗവാന് മനസ്സിലായി. എൻ്റെ ധാരണ എങ്ങനെയാണ്, താപസവേഷം ധരിച്ചിട്ട് ഞാൻ വന്നേക്കണു, ശരിക്കും ഞാൻ ആരാ? ഭഗവാനാണ് അല്ലേ. അപ്പോൾ എൻ്റെ വേഷം താപസവേഷം ധരിച്ച് നിൽക്കണം, എന്നെ നിനക്ക് യോഗ്യതയില്ല, നീ ആ ലക്ഷ്മിയെ പോലെ സുന്ദരിയല്ലേ, നിനക്കത് ആ ലക്ഷ്മണനാണെന്ന് പറ്റുള്ളൂ, എനിക്കൊരു ഭാര്യയുണ്ട്, നിന്നെപ്പോലെ ഒരു സുന്ദരി എൻ്റെ ഭാര്യയായിട്ട് തീരുക, രണ്ടാമ സപത്നി വളരെ ദുഃഖമാണ്, ഒരു ഭാര്യ ഇരിക്കുമ്പോൾ വേറൊരു ഭാര്യ ഇത്രയും സുന്ദരിയായിട്ടുള്ളത്, അപ്പോൾ നിനക്കത് വേണ്ട, നീ ലക്ഷ്മണനോട് ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ലക്ഷ്മണനോട് ചെന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ ആരാന്നറിയോ, ആ ശ്രീരാമൻ്റെ ദാസനാണ്, അപ്പോൾ നീ ഇത്രയും വലിയ സുന്ദരിയല്ലേ, ആ ലക്ഷ്മിക്ക് സമയമല്ലേ, ആ ലക്ഷ്മിയുടെ പോലെ തന്നെയാണ്, അപ്പോൾ ഇത്രയും സൗന്ദര്യമായിട്ടുള്ള നീ ഒരു ദാസിയാവേണ്ടതല്ല, നീ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അഭയം പ്രാപിക്കാൻ പറയും. അപ്പോൾ വീണ്ടും ചൊല്ലും,
അപ്പോൾ പറയാം എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഉണ്ടെന്ന് നീ കണ്ടതല്ലേ, അവൻ്റെ കൂടെയാണ് ഭാര്യ ഇല്ലാത്തത്, ചെല്ലൂ ചെല്ലൂ എന്ന് പറഞ്ഞതാ, വീണ്ടും ചെല്ലണം. അങ്ങനെ 1-2 തവണ ഒന്ന് പ്രകോപിപ്പിച്ചു. ഇതാണ് അത് ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ്. കുറേ കാലം എനിക്കിത് ഉത്തരം കിട്ടാത്ത ചോദ്യമായിരുന്നു. രാമനോട് ഇത്തിരി പരിഭവം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്തിനാ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചേ എന്നുള്ളൊരു പരിഭവം ഉള്ളിലുണ്ടായിരുന്നു. കുറേ കാലം ആ പരിഭവം കൊണ്ട് തോന്നുന്നു. പക്ഷേ കുറേ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഭഗവാൻ തന്നെ അതിൻ്റെ ഉത്തരം പറയണു. അതായത് അത്യധികം സുന്ദരമായിട്ട് ആ മഹാലക്ഷ്മിയുടെ രൂപത്തിലാണ് അവളിവിടെ വന്നിരിക്കുന്നത് അല്ലേ. അവളുടെ ശരിയായ രൂപം ആർക്കറിയാം? ഭഗവാനറിയാം. അപ്പോൾ നമ്മളും അതെ, പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നല്ലതായിട്ട് എല്ലാവരുടെ മുമ്പിലും നല്ല സൗശീല്യത്തോടു കൂടിയിട്ട് നല്ല സ്വഭാവത്തോടു കൂടിയിട്ടൊക്കെ ഇരിക്കും. ശരിയായിട്ടുള്ള നമ്മുടെ രൂപം അതാണോ? അല്ല. അപ്പോൾ ആരുടെ മുമ്പിൽ നമ്മൾ അങ്ങനെ കപടവേഷം അഭിനയിച്ചിട്ട് ആരെ പറ്റിക്കാൻ ശ്രമിച്ചാലും ആരെ പറ്റിക്കാൻ പറ്റില്ല. ആ ഭഗവാനെ പറ്റിക്കാനായിട്ട് പറ്റില്ല. ആ ഭഗവാനെ അതിന് സാധിക്കില്ല, പറ്റിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഭഗവാൻ അറിയാം. എല്ലാം അറിഞ്ഞിരിക്കേണ്ട ആ ഭഗവാൻ. അപ്പോൾ ഇതും അറിയാം. ഇങ്ങനെയുള്ളവർക്ക് അവരെന്താ ശാന്തമായിട്ടിരിക്കുമ്പോഴാണ് അവരെ ഒന്ന് പ്രകോപിപ്പിച്ചാൽ. അപ്പം നമ്മുടെ മുമ്പിലും പലരും ശാന്തമായിട്ടൊക്കെ ഇരുന്ന് നല്ല വാക്കൊക്കെ പറയും. അവരെ പ്രകോപിപ്പിക്കുന്ന പോലെ നമ്മൾ ധാരാളം അങ്ങനെ നമുക്കും അറിവുള്ളവരുണ്ട്. ഒന്ന് സംസാരിച്ച് നോക്കൂ, അപ്പോൾ പൊട്ടിത്തെറിച്ച് അവരുടെ വിശ്വരൂപം അപ്പം കാണാം അല്ലേ. സന്യാസം സ്വീകരിച്ച് പോയ ഒരാൾ ആശ്രമമൊക്കെ പണിതു. എന്നിട്ട് ആ കാമത്തിനെ ജയിച്ചവൻ, കാമജിതൻ എന്നൊക്കെ എഴുതി, അല്ല ക്രോധത്തിനെ ജയിച്ചവൻ എന്നുള്ള അതൊക്കെ എഴുതിയിട്ട് ആ സ്വാമിയുടെ അവിടെ ആശ്രമമൊക്കെ കെട്ടി കഴിഞ്ഞു. അപ്പം അങ്ങനെ എല്ലാവരും ചെന്നു. എപ്പോഴും ഇത്രയും സൗമ്യനും ശാന്തനും ഒക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്നാൽ തന്നെ നമുക്ക് ഭയങ്കര സമാധാനമാണ്. അത്രയാണ്. ഒരു കാര്യത്തിന് അദ്ദേഹം വഴക്ക് പറയില്ല. എപ്പോഴും എല്ലാവരോടും നല്ലോണം പോലെയാണ്. അങ്ങനെ ധാരാളം ആൾക്കാർ വരാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിനതാ ആ സമാധാനം സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്കല്ലേ, അങ്ങനെ നമുക്കൊരാൾ സമാധാനം സന്തോഷം വരുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, നമ്മുടെ കയ്യിലത് എന്ത് കൊടുത്താലും വേണ്ടില്ല സമാധാനം. അപ്പോൾ വേഗം ധാരാളം ദക്ഷിണയൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വേഗം ചെന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇതെന്താ ഇങ്ങനൊരു ബോർഡ് വച്ചേക്കണേ, ഇങ്ങനൊരു പേര് ആദ്യമായിട്ട് കേൾക്കാനുള്ള. പറഞ്ഞു അത് എനിക്ക് ആദ്യം അത്രയും ദേഷ്യമൊക്കെ ഉള്ള ആളായിരുന്നു. അതിനെ ജയിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും ക്രോധം ഉണ്ടാവാൻ പാടില്ല, ആ കോപം ഇല്ലാണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ കുറേ ആ ലക്ഷ്മണനെ ശ്രീരാമസ്വാമി ഉപദേശിച്ചേക്കാളും കൂടുതൽ ഇതോട് കൂടിയിട്ടാണ് ഈ സ്വാമി എല്ലാവരും അദ്ദേഹത്തിനോട് ഇങ്ങനെ ഉപദേശമൊക്കെ കൊടുത്തു. അപ്പോൾ ഒരിക്കലും അങ്ങേക്ക് ദേഷ്യം വരാറില്ല. എനിക്കൊരിക്കലും പിന്നെ ഈ ഒരു സന്യാസ ജീവിതത്തിന് ദേഷ്യം വന്നിട്ടില്ല. ഇങ്ങനെ പലതവണ ചോദിച്ചപ്പോൾ അവസാനം എടുത്ത് തന്നോടല്ലടോ ഞാൻ പറഞ്ഞു, എനിക്കിത് ആ ഉള്ളിലുള്ള ഭാവം മുഴുവനും പുറത്തേക്ക് എടുത്തു. കാരണം അതാണ്, അതിനെ അടക്കി നമ്മൾ വയ്ക്കുന്നേ ഉള്ളൂ. അതിനൊരു സന്ദർഭം കിട്ടാത്തത് കൊണ്ടാണ്. ഒരു ഉള്ളിലിരിക്കുന്ന ആ വ്യാഘ്രത്തിനെ ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. സന്ദർഭം കിട്ടിയാൽ അത് പുറത്തേക്ക് ചാടും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആരും ഇതിനൊന്നും ജയിക്കാനൊന്നും അത്ര പെട്ടെന്ന് സാധിക്കില്ല. പിന്നെ എന്തേ പറ്റുള്ളൂ? ഈശ്വരനെ ആശ്രയിക്കുക മാത്രമേ പറ്റുള്ളൂ. ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുക, വീണ് നമസ്കരിക്കുന്നത് തന്നെ അഹങ്കാരം ഇല്ലാണ്ടാക്കാനാണ്. നമ്മൾ പറയുമ്പോൾ ശബരിമലയിൽ ഇവിടെ പഴനിമലയിലും തിരുപ്പതിയിലൊക്കെ പോകുമ്പോൾ ആൾക്കാരിപ്പോൾ ഫാഷനായിട്ട് പോലും മുടി മൊട്ടയടിക്കുന്നുണ്ട്. എന്താ ഈ മുടി മൊട്ടയടിക്കണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ശിരസ്സാണ് അഹങ്കാരത്തിൻ്റെ ഉയർത്തിപ്പിടിക്കേണ്ടത്. അഹങ്കാരം കൊണ്ട് ഉയർത്തിപ്പിടിക്കേണ്ടത് ശിരസ്സാണ്. ആ ശിരസ് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മുടി മൊട്ടയടിച്ച് വന്നിട്ട് അതന്നെ ഒരു അഹങ്കാരമായിട്ട് ഇപ്പോൾ അതൊരു ഫാഷനായേക്കാണ്. എല്ലാവരും മുടി മൊട്ടയടിക്കുക, എന്നിട്ട് അതൊരു ഫാഷനാവുക. എന്നിട്ട് എല്ലാവർക്കും ഫോട്ടോ അയച്ചു കൊടുക്കും. ഞാനേ തിരുപ്പതിയിൽ പോയിട്ട് മുടി മൊട്ടയടിച്ചു, ഞാൻ പഴനിയിൽ പോയിട്ട് മുടി മൊട്ടയടിച്ചു. ഇതെന്തിനാണ്? ഈ ഒരു ഭാവമൊക്കെ ഇല്ലാണ്ടായിട്ട് നമ്മളുടെ ആ അഹങ്കാരം നമസ്കരിക്കുക. ഇപ്പോൾ നമ്മൾ പറയണില്ലേ എല്ലാവരെയും വീണ് നമസ്കരിക്കണം എന്ന് പറയണത് എന്താ? മറ്റുള്ളവരുടെ മുമ്പിൽ എത്ര നമ്മൾ നമസ്കരിക്കണോ അത്രയും നമ്മുടെ അഹങ്കാരം ഇല്ലാണ്ടാവും. അല്ലെങ്കിൽ ഞാനുള്ള ഭാവമുള്ള നമസ്കരിക്കൊന്നും വേണ്ട. പലരോടും നമ്മൾ അയ്യോ ഞാനൊന്നും നമസ്കരിക്കുന്നില്ല കേട്ടോ, ഞാൻ നമസ്കരിക്കുന്നത് അവരൊന്നും ഞാൻ നമസ്കരിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് വിചാരിച്ചിട്ട് ആൾക്കാരുടെ കാലം വന്ന് വീഴാണ്ട് നമസ്കരിക്കുന്നില്ല. മനസ്സുകൊണ്ടെങ്കിലും നമസ്കരിക്കണം.
അത്രയും നമ്മുടെ അഹങ്കാരം പോകണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമസ്കരിക്കുക വെച്ചപ്പോൾ ഇവിടെ വന്നു, ഇവിടെ ഇരുന്ന് രാമായണം വായിക്കുന്ന ആളാണ് ഞാൻ, എല്ലാവരും എന്നെ വന്ന് നമസ്കരിക്കില്ല. അതുപോലെ നിങ്ങൾക്ക് പരസ്പരം നമസ്കരിക്കാൻ പറ്റുമോ? പരസ്പരം ഒരാൾക്ക് മറ്റേ നമസ്കരിക്കാൻ പറ്റുമോ? അതാണ് ശ്രേഷ്ഠത. അല്ലാണ്ട് ഇത് പറയണ ആ ആൾ ഗുരുവാണ്, അയാളെ നമസ്കരിക്കുക. അപ്പോഴും അവിടെ ഭേദഭാവം വന്നു. നമ്മൾ നമസ്കരിക്കേണ്ട ആ വ്യക്തിയോ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഗുരുനാഥ അതൊന്നുമല്ല. നമ്മൾ ആരെയാണ് നമസ്കരിക്കുന്നത്? ഭഗവാനെയാണ് നമസ്കരിക്കേണ്ടത്. ഓരോ ജീവൻ്റെയും ഉള്ളിലുള്ള ഭഗവാനെയാണ് നമസ്കരിക്കേണ്ടത്. അതിന് മനുഷ്യനെ മാത്രമല്ല പട്ടിയും പൂച്ചയൊക്കെ നമസ്കരിക്കാൻ പറ്റണം നമുക്ക്. അങ്ങനെ നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചെന്നതാണ്. അപ്പോൾ അവിടുത്തെ അച്ഛൻ അങ്ങോട്ട് വന്നപ്പോൾ വേഗം എണീറ്റ് നിന്ന് ബഹുമാനിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട ഇരുന്നോളോ എന്ന് പറഞ്ഞു. അല്ല ഞാൻ നിന്നോളാം, വളരെ വിനയത്തോട് കൂട്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇരിക്കൂ, വേണ്ട ഞാൻ നിന്നോളാം, ഞാനങ്ങനെ വയസ്സായവരുടെ മുമ്പിൽ ഞാനങ്ങനെ ഇരിക്കാറില്ല, അതുകൊണ്ടാണെന്ന്. അപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ചോദിച്ചു എവിടുന്നാണ് വരണേ, എന്താ വരണേ? അപ്പോൾ അച്ഛനെന്താ അപ്പോൾ കൃഷിപ്പണിയുണ്ട്, അവിടെ ആരൊക്കെയാണ്, എങ്ങനെയാണ്? അപ്പോൾ സഹായത്തിന് ആൾക്കാരുള്ള കാര്യം പറഞ്ഞു. അവിടെ സഹായത്തിന് വരുന്ന ആളുടെ പേര് കോരന് ഒരു 80 വയസ്സൊക്കെ ആയിട്ടുണ്ട്, നല്ല ആൾ നന്നായിട്ട് അധ്വാനിക്കും ചോദിച്ചു. അപ്പോൾ ചോദിച്ചു ആ കോരൻ വന്നാലും ഇതുപോലെ എണീറ്റ് നിൽക്കുമോ? ഇയാളോട് ചോദിക്കുകയാണ്, ആ കോരൻ വന്നാലും ഇങ്ങനെ എണീറ്റ് നിന്ന് നമസ്കരിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അതില്ല, അത് അപ്പോൾ അയാൾക്ക് വയസ്സായിട്ടില്ലേ, അയാളുടെ ഉള്ളിൽ ഈശ്വരനല്ലേ. അപ്പോൾ ഇതൊക്കെ പ്രകടമാക്കണത് കൊണ്ട് കാര്യമില്ല, നമ്മുടെ മനോഭാവമാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മനസ്സ് ആ മനസ്സിൻ്റെ ഭാവം. അപ്പോൾ ഇവിടെ ഭഗവാന് നല്ലോണം അറിയാം ഈ വന്ന ആൾ ലക്ഷ്മിയാണോ ആരാണെന്ന്. അപ്പോൾ ഭഗവാൻ ഒന്ന് പ്രകോപിപ്പിച്ചപ്പോൾ എന്തുണ്ടായി, ആ യഥാർത്ഥ രൂപം അങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ടു. എന്നിട്ട് അങ്ങോട്ട് അലറി ഇട്ടതാ ആ വലിയ രൂപത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തു, ആകെ കൂടിയിട്ട് സീതാദേവി കാരണം കൊണ്ടല്ലേ എനിക്കിത് കിട്ടാൻ, ഇവള് കാരണം കൊണ്ടല്ലേ, അല്ലെങ്കിൽ എന്നെ സ്വീകരിച്ചതിനില്ല എന്നിട്ട് ആ സീതയെ പിടിക്കാനായിട്ട് ചെന്നു. സീതയെ എടുത്ത് തിന്നാനായിട്ട് ചെന്നപ്പോൾ ലക്ഷ്മണൻ പെട്ടെന്ന് പാഞ്ഞു വന്നിട്ട്, കാരണം ആ സൗന്ദര്യം, സ്ത്രീകളുടെ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിട്ട് നിൽക്കുന്നതെല്ലാം മൂക്ക്, മുല്ല, കാതുകളൊക്കെ അരിഞ്ഞു വീഴ്ത്തി എന്നുള്ളതാണ്. അതൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ ആ ശൂർപ്പണഖ അവിടെ നിന്ന് ഓടിപ്പോയി എന്നുള്ള ഭാഗം വരെ ഇനി അടുത്ത ഭാഗങ്ങൾ പാരായണം ചെയ്യാം. രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോഴെന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ. രാക്ഷസപ്രവരനായിടിനാകരം മുമ്പിൽ പക്ഷമറ്റ അവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്ത് മുന്നിൽ പതനം ചെയ്ത നിജാസോദരീ തന്നെ നോക്കി ചൊല്ലിനാശുഖരൻ മൃത്യുതൻ വക്രത്തിങ്കൽ സ്വത്തരം പ്രവേശിച്ച തത്ര ചൊല്ലാരെന്നെ എന്നോടത്രയും വലിയ നീ വീർത്തേറ്റം വിറച്ച അലറി സഗദ്ഗതം ആർത്തി പൂണ്ടോർത്തു ഭീത്യ ചൊല്ലിനാൽ അവളപ്പോൾ മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരും ഉത്തമ ഗുണവാന്മാരത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്ക് നാമമൊരു കാമിനിയുണ്ട് കൂടെ സീതയെന്നവൾക്ക് പേർ. അഗ്രജൻ നാമവരജൻ ഗഡ്ഗേന ഛേദിച്ചിതു മദ്കുജാതികളെല്ലാം ശൂരനായിടും നിന്നീ എന്നവരെ കൊല ചെയ്തു. ചോര നൽകുക ദാഹം തിരുമാറെനിക്കിപ്പോൾ പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്യിൽ ഇച്ഛ വന്നിടും മമ നിശ്ചയിച്ചറിഞ്ഞാലും. ഈ ശൂർപ്പണയുടെ ഭാവം ഇപ്പോൾ ധാരാളം നമുക്ക് കാണാൻ പറ്റും. പണ്ട് കാലത്തൊക്കെ നമ്മളുടെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ കേൾക്കാം, വിവാഹത്തിന് രണ്ടുപേര് തമ്മിൽ സ്നേഹിച്ചു, കല്യാണം കഴിക്കാൻ ആലോചിച്ചു, വീട്ടുകാർ സമ്മതിച്ചില്ല എങ്കിലും അപ്പോൾ എന്തുണ്ടാവും, വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി പെൺകുട്ടി ഒരാൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, മറ്റേ ആൾ വേറെയും കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാവും. എന്നാലും മനസ്സുകൊണ്ട് അവരെന്ത് ചെയ്യും, എങ്ങനെ ഇരുന്നാലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന്. അതാണ് യഥാർത്ഥ സ്നേഹം. വിവാഹം കഴിച്ച് സ്വന്തമാക്കലല്ല സ്നേഹം. നമ്മൾ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ആളെ നമ്മൾ തന്നെ വിവാഹം കഴിക്കുന്നില്ല, ആര് വിവാഹം കഴിച്ച് എവിടെ ഇരുന്നാലും എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥന. അതാണ് സത്യം. അവിടെയാണ് യഥാർത്ഥ സ്നേഹം. അപ്പോൾ അത് ഒരു ഭാവം. ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ്, സ്നേഹിച്ചു ഒരുപോലെ ജീവിച്ചു, കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വീട്ടുകാർ സമ്മതിക്കണില്ല എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണവശാലോ
അത് തൻ്റെ സ്നേഹത്തിനൊരു ഭംഗം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംശയം തോന്നിയാൽ എന്നെക്കാളും വേറെ ഒരാളെ സ്നേഹിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ സ്നേഹിച്ചവൻ ചെന്നിട്ട് മറ്റവരെ നമ്മൾ കാണാറില്ലേ, ആസിഡ് ഒഴിച്ച് കത്തിക്കുക, അത് ചെയ്യുക, കാമുകന്മാരെ വിഷം കൊടുത്ത് കൊല്ലുക. അവിടെ എവിടെയാണ് സ്നേഹം? അവിടെ കാമം തന്നെയാണ്. ഈ രാമായണമൊക്കെ വേണ്ട രീതിയിൽ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൽ ആ കുട്ടികൾ ഇങ്ങനെയൊന്നും ആയിത്തീരില്ല. ഇവരൊക്കെ എങ്ങനെ ആയിത്തീരണതിൻ്റെ പ്രധാന കാരണം നമ്മൾ തന്നെ അവരുടെ മനസ്സിൽ ആ ആസുരിക ഭാവം വളർത്തിയത്. നമ്മളെ ഈശ്വരഭാവം ഇല്ലാണ്ടായാൽ പിന്നെ എന്താ ഉണ്ടാവുക? അവിടെ ആസുരിക ഭാവം. അപ്പോൾ ഈശ്വരഭാവം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ ഭാവം വളരെയാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ പറഞ്ഞ് പഠിക്കേണ്ട. ഇവിടെയും അങ്ങനെയാണ്. കല്യാണം കഴിക്കാൻ എത്രയും കാമിച്ചു, ഇനി മനസ്സ് വിട്ട് പോകാൻ പറ്റില്ല, നീങ്ങി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ തൻ്റെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങുതടിയായപ്പോൾ എന്തുണ്ടായി? അതിനെ ഇങ്ങോട്ട് കൊന്നുകൊണ്ടുവരൂ, ഞാൻ ആ രക്തം കുടിക്കട്ടെ. അപ്പോഴും ആ ദേഷ്യമാണ്. അപ്പോൾ അവിടെ ആത്മാർത്ഥതയുണ്ടോ? നമ്മളെല്ലാവരും ഇതൊക്കെ നമ്മുടെയൊക്കെ പ്രതീകങ്ങളല്ലേ? നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇതൊക്കെ തന്നെയാണ്. ഈ ഓരോ വരി വായിക്കുമ്പോഴും നമ്മളിലേക്ക് തിരിക്കുക. ശൂർപ്പണഖാര നമ്മളാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ച് വായിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഭാവത്തിനെയൊക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് ഇഷ്ടപ്പെട്ട ഒരാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു നല്ലോണം പോലെ നിന്നിരുന്ന ഒരു തമ്മിത്തല്ല് കൂടി കഴിയുമ്പോൾ അവനെങ്ങനെ ദ്രോഹം ചെയ്യാമെന്നാണ് പിന്നെ നമ്മൾ വിചാരിക്കണം. അപ്പോൾ ഇത്രയും കാലം ഞങ്ങൾ 20 കൊല്ലം പിരിയാണ്ട് ജീവിച്ച് സ്നേഹിച്ച അയലോക്കക്കാരാ. ഇപ്പോൾ ഒരു മാസം ആയിട്ടില്ല. അതിന് മുമ്പാണ് ഈ തമ്മിത്തല്ലും വഴക്കുണ്ടായിട്ട് ഒരു മാസമായിട്ടില്ല. അതിന് മുമ്പ് ഈ എങ്ങനെ നശിപ്പിക്കണം അവനെന്ന് നോക്കുക. അപ്പോൾ 20 കൊല്ലം സ്നേഹിച്ചതിൽ എത്ര ആത്മാർത്ഥത ഉണ്ടായിരുന്നു ആലോചിച്ച് നോക്കൂ. ഇതൊക്കെയല്ലേ രാമായണം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈ ഭാവത്തിനൊക്കെ ഇല്ലാണ്ടാക്കണം എന്നല്ലേ രാമായണം പറഞ്ഞു തരുന്നത്. അപ്പം അതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെയൊക്കെ നീക്കണം. എന്നാൽ മാത്രമേ ആരെ കിട്ടുള്ളൂ? ശ്രീരാമദേവനെ കിട്ടുള്ളൂ. ശ്രീരാമൻ്റെ വേഷം ഇവൾക്ക് മനസ്സിലായില്ല, ഇവളുടെ വേഷം ശ്രീരാമന് മനസ്സിലായി. അതാണ് അവിടെ സംഭവിച്ചത്. എന്നിവ കേട്ടു ഖരൻ കോപത്തോടു രാജെയ്താൻ ദുർനയമേറെയുള്ള മനുഷ്യാധവന്മാരെ കൊന്നു മൽഭഗേനിക്ക് ഭക്ഷിക്കാൻ കൊടുക്കണമതിന്നാശു 14 പേർ പോക നിങ്ങൾ നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിടെന്നാൽ ആകുതം വരുത്തിയിടും നിനക്കു മടിയാതെ എന്നവളോട് പറഞ്ഞയച്ചാൻ ഖരനേറ്റം ഉന്നതന്മാരം 14 രാക്ഷസരെയും ശൂലമുദ്ഗര മുസലാദി ചാപേഷു ഭിണ്ടിപാലാദി പലവിധായുധങ്ങളുമായി ക്രൂധന്മാർ ആർത്തു ഉദ്ധതന്മാരായി ചെന്നു. യുദ്ധസന്നദ്ധമായി അടുത്തോരതു നേരം ബദ്ധവൈരേണ 14 വരെയും ഒരുമിച്ചു ശത്രുഖം പ്രയോഗിച്ചന് ചുറ്റും നിന്നൊരിക്കലേ മിത്രഗോത്രോത്ഭൂതാനാം ഉത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചോ ഒരു ശത്രുഖം വരും നേരം പ്രത്യേകം ഓരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥജനത്തെയും വധിച്ചാൻ ഓരോന്നിനാൽ. ശൂർപ്പണഖയും അത് കണ്ടു പേടിച്ചു വണ്ടി ബാഷ്പവും തൂക്കി ഖരൻ മുമ്പിൽ വീണലറിനാൻ എങ്ങുപോയി കളഞ്ഞതു നിന്നോടുകൂടെ ഇങ്ങു നിന്നയച്ചവർ 14 ചൊല്ലി അങ്ങു ചെന്നേറ്റ നേരം രാമസായങ്ങൾ കൊണ്ട് ഇങ്ങിനി വരാതെ വണ്ണം പോയാത്തക്കോട്ടവർ എന്ന് ശൂർപ്പണഖയും ചൊല്ലിനാളതു കേട്ടു വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാനതു നേരം പോരിക നിശാചരർ 14,000 പോരിനു ദൂഷണനും അനുജൻ തൃശീരാവും. ഘോരനാം ഖരനെ വഞ്ചൊന്നത് കേട്ട നേരം ശൂരനാം തൃശീരസും പടയും പുറപ്പെട്ടു. വീരനാം ദൂഷണനും ഖരനും നടാകൊണ്ടേ ധീരതയോടെ യുദ്ധം ചെയ്വതിന്നുഴറ്റോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ ബ്രഹ്മാണ്ടം നടുങ്ങുമാറെന്തൊരു ഘോഷമിതു നമ്മോട് യുദ്ധത്തിനു വരുന്നു രക്ഷോപരം. ഘോരമായിരിപ്പോരു യുദ്ധവുമുണ്ടാമിപ്പോൾ ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം. മൈഥിലി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊല്ലുവാൻ മനസ്സേ നിനക്കു സന്ദേഹം ഉണ്ടായിടല.
മറ്റൊന്നും ചൊല്ലുന്നേനില്ല എന്നാണയും ഇട്ടു കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളണം നീ ലക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങനെ തന്നെ എന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരാമകം പുക്കാൻ ചാപബാണങ്ങളെയും എടുത്തു വരീകരാമാഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നക്തഞ്ചരന്മാരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാൻ വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചതു വേഗാൽ പുഷ്കരാനേത്രന്മേൽ തൽക്ഷണാമവയെല്ലാം ഏതു കണ്ടിച്ചു രാമൻ രക്ഷോവീരന്മാരെയും സായകാവലി തുകി നിഗ്രഹിച്ചിതു നിശിതാഗ്ര ബാണങ്ങൾ തന്നാലഗ്രേ വന്നെടുത്തോരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണൻ അതുനേരം ഉഗ്രസന്നിഭനായ രാമനോടടുത്തിതു തുകിനാൻ ബാണാഗണമേറ്റ രഘുവരൻ വേഗേന ശരങ്ങളാൽ വേഗേല ശരങ്ങളാലൻ മണിപ്രായമാക്കി 4 ബാണങ്ങളെ ദൂതുരകം 4-നെയും കാലവേശ്മനി ചേർത്തു സാരഥിയോടും കൂടെ ചാപവും മുറിച്ചു തക്കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്ന് ഭൂമിയിൽ ചാടിയിടിനാൻ പിന്നെ പിൽപ്പാടു ശതഭാരായ സനിർമ്മിതമായ കൽപ്പഴും പരീഖവും ധരിച്ചു കൊണ്ടുവന്നാൽ തൽബാഹു തന്നെ ഛേദിച്ചിടുവാൻ ദാശരഥി തൽപരിഖത്താൽ പ്രഹരിച്ചിതു സീതാപതി മസ്തകം പിളർന്നുടനുർവിയിൽ വീണു സമാവർത്തിപത്തനം പ്രവേശിച്ചിതു ദൂഷണം വീണ നേരം വീരനാന്തശീരസും രോഷേണ 3 ശരം കൊണ്ടു രാമനെയ്താൻ 3 ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങളെയ്താൻ 3 മെയ്തുടൻ മുറിച്ചിടിനാന്തശേരസും 100 ബാണങ്ങളെയ്താനതു നേരം ദാശരഥി 100 ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ അവയും മുറിച്ചാനവനയുധം ബാണമെയ്താൽ അവനീപതി വീരനവയും നുറുക്കിനാൻ അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പുതന്നാലുത്തമാംഗങ്ങൾ 3 മുറിച്ചു വന്താടിനാൻ അന്നേരം കരനാദിത്യാഭവേടിയിടും രഥം തനിലമാരൂകരയേറി ഞാണലിയിട്ടു വന്നു രഘുവരനോട് ബാണങ്ങൾ തൂക്കിയിടിനാൻ ഒന്നിനൊന്നെയ്തു മുറിച്ചിടിനാൻ അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടു കരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരൂതാതെയായി നിഷ്ഠൂരതരമായ രാഘവാശരാസനം പൊട്ടിച്ചാൻ മുട്ടിദേശേ ബാണമെയ്താശുകരൻ ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നിടിനാരോ നേരം താപസാദേവാദികളായുള്ള സാധുക്കളും താപമോടയോ കഷ്ടമെന്നു രാജെയ്താൻ ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാക എന്നു ഭയത്തോടമരരും താപസന്മാരും ചൊന്നാൻ തൽക്കാലേക്കുമ്പോത്ഭവൻ തന്നെ കയ്യിൽ മുന്നം ചക്രനാൽ നിക്ഷിപ്തമായ ഒരു ശരാസനം തൃക്കൈയിൽ കാണാൻ വന്ന് എത്രയും ചിത്രം മുഖ്യ വൈഷ്ണവ ജപം കൈക്കൊണ്ടു നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെ. അപ്പോൾ ഗണ്ഡിച്ചാൻ ഖരാനുടെ ജപവും കവചവും കുണ്ടലാഹാര കിരീടങ്ങളും അരക്ഷണാസൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ച് അതിനായകനടുത്തേടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കയറി രാശു ഖരൻ തെറ്റെന്നു പൊടിച്ചിതു രാഘവനതുമപ്പോൾ പിന്നെയും ഗതയുമായി അടുത്താനാശൂഖരൻ ഭിന്നമാക്കിനാൻ വിശികങ്ങളാൽ അതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്ന അസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ ഘോരമാം ആഗ്നേയാസ്ത്രമേതു രാഘവരൻ വരുണാശ്രയന തൊടുത്തിടിനാൻ ചിതശ്രമം പിന്നെ കൗബേരാശ്രമേത് ഇന്ദ്രിയാസ്ത്രം കൊണ്ടു മനവന്തടുത്തത് കണ്ടു രാക്ഷസവീരൻ നൈര്യതാമസ്ത്രം പ്രയോഗിച്ചതായി അമ്യാസ്ത്രേന വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചിതു മൈത്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ ഗന്ധർവമയച്ചതു ഗൗഹ്യർഗാമസ്ത്രം കൊണ്ടു ശാന്തമായതും കണ്ടു ഘരനും കോപത്തോടെ ആസുരാമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ ബാസുരാമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ ധിഷണ ഐഷിതാസ്ത്രമേതു രഘുപതി വൈഷ്ണവാസ്ത്രേന കളഞ്ഞാശു
3 അമ്പു തന്നാൽ സാരഥി തന്നെ കൊന്നു തിരകങ്ങളെ കൊന്നു പേരും പൊടിപ്പെടുത്തു കളഞ്ഞപ്പോൾ യദുദാനാധിപതി ശൂലവും കൈക്കൊണ്ടതിക്രോധേന രഘുവരനോട് അടുത്തിയിടുന്ന നേരം ഇന്ദ്രാദൈവതാമസ്ത്രാമയച്ചോരളു ചെന്നിന്ദ്രാദി തലയറുത്തിയിടിനൻ ജഗന്നാഥൻ വീണു നഗരോത്തരദ്വാരേ തല തുണി പൂക്കിതു വന്നു ബാണവും അതു നേരം കണ്ടു രാക്ഷസന്മാരെല്ലാം ആരുടെ തല എന്ന് കുണ്ടഭാവേന നിന്നു സംശയം തുടങ്ങിനാൻ കരദൂഷണ തൃശ്ശിരാക്കളം നിശാചരന്മാരവരും 14,000 മരിച്ചിതു നാഴിക 3.25 നാഴിക കൊണ്ടു രാഘവൻ തന്നാലൂഴിയിൽ വീണാളല്ലോ രാവണാപകേനിയും മരിച്ച നിശാചരൻ 14,000 ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമതു നേരം ജ്ഞാനവും ലഭിച്ചതു രാഘവൻ പക്കൽ നിന്നു മനസേ പുനാരേവം ഏവരും അതു നേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടുകൂപ്പി സ്തുതിച്ചാൻ പലതരം നമസ്തേ പാദാംബുജം രാമലോകാഭിരാമ സമസ്ത പാപാഹരം സേവകാഭിഷ്ടപ്രദം നമസ്തേ രാമാദയാന് വാരിധേ രഘൂപതേ രമിച്ചീടണം ചിത്തം ഭവതീ രമാപതേ തൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനീജനാമുത്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു മുൽപ്പാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം തീർത്തു സംസാര വൃക്ഷമൂലഛേദക ഗുഡാരമായി ഭവിക്കാ ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതു മൂലം ഓർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം യാമിനീചരന്മാരായി ജനിക്കാ നിങ്ങളിനി രാമനായി അവതരിച്ചിടുവാൻ ഞാനും ഭൗമവും രാക്ഷസാദേഹന്മാരം നിങ്ങളെ ചെന്നു മോക്ഷവും തന്നിടുവാനില്ല സംശയാമേതും എന്നരുൾ ചെയ്തു പരമേശ്വരനതു മൂലം നിർണയം മഹാദേവനായ ദൂരഭൂപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണം ആനന്ദസ്വരൂപനാം നിന്തിരുവടീനാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുവരൻ മന്ദഹാസവും പൊണ്ടു സാനന്ദമരുൾ ചെയ്തു വിഗ്രഹേന്ദ്രിയ മനഃപ്രാണാഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷിഭൂതനായത് പരമാത്മ ജാഗ്രത് സ്വപ്നാഖ്യാദ്യാവസ്ഥാഭേദങ്ങൾക്കുമീതേ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം ബാല്യകൗമാരാദികളാഗമവായികളാം കാല്യാദിഭേദങ്ങൾക്കും സാക്ഷിയായി മീത നിൽക്കും പരമാത്മാവു പരബ്രഹ്മാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും ഈ വണ്ണം ഉപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗത്കാരണൻ ദാശരഥി രാഘവൻ 3.25 നാഴിക കൊണ്ടു കൊന്നാൻ വേഗേന 14,000 രക്ഷോബലം സൗമിത്രീ സീതാദേവി തന്നോടുകൂടെ വന്നു ശ്രീരാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ ശത്രുഘ നികൃത്തമം 10 വിഗ്രഹം കണ്ടു മുക്തബാഷ്പോദം വിദേഹാത്മജാമന്തം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടി പൊറുപ്പിച്ചിടിനാളൊക്കവേ പൊണ്ണുമതിൻ വടുവും മാച്ചിടിനാൾ ലക്ഷോവീരന്മാർ വീണു കിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജാഹൃതി വിസ്മയം തേടിയിടിനൻ രാവണൻ തൻ്റെ വരകുണ്ടിനി ഇപ്പോൾ എന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനൻ പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൽ ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം യുദ്ധം ചെയ്തതും കരദൂഷണ തൃശ്ശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോട് അറിയിച്ചു വരികെന്നു പാപനാശനരുൾ ചെയ്ത് അയച്ചാരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചെന്നു മിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താൽ ഇനിക്കാലം വൈകാതെ ഒടുങ്ങിയിടും അമർത്യ വൈരികളെന്നുറച്ചു മുനീജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പലലാശികൾ മായ തട്ടായികാൻ 3 പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കെ ചേർത്തിയിടുവാനായി കൊടുത്തു വിട്ടിടിനാർ ലക്ഷ്മണൻ അവ 3 കൊണ്ടുവന്നാച്ചു രാമൻ തൃക്കാൽക്കൽ വെച്ചു തൊഴുതിടിനാൻ ഭക്തിയോടെ അങ്കുലീയകാമെടുത്തമ്പുജാവിലോചനൻ അങ്കുലീതന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലീ തനിക്കു നൽകിയിടിനാൻ കവചവും ഭ്രാതാവോ തനിക്ക് അണിഞ്ഞിടുവാനരുളിനാൻ ജാനകീ ജീവനസ്മരണം. ഇങ്ങനെ ആ ശൂർപ്പണേഖ ചെന്നിട്ട് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ ആദ്യം കുറച്ച് പേരെ പറഞ്ഞയച്ചു, അവരെയൊക്കെ വധിച്ചു എന്ന് കണ്ടപ്പോൾ പിന്നെയും കുറച്ച് പേരെ പറഞ്ഞയച്ചു. അപ്പോൾ കണ്ടപ്പോൾ പിന്നെ ഖരനും ബാക്കി എല്ലാവരും കൂടിയിട്ട് തൃശിരസ്സും ദൂഷണനും എല്ലാവരും കൂടിയിട്ട് 14,000
പേരെയും കൂടി കൂട്ടി വന്നിട്ട് യുദ്ധത്തിന് ഒരുമ്പെട്ടപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭു പറഞ്ഞു, സീതയെ കൊണ്ട് ഒരു ഗുഹയിലിരുന്നിട്ട് അവിടെ ഇരിക്കൂ, ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാന്ന്. ഒരിക്കലേ ഒരു വിഷമം വന്ന സമയത്ത്, ഞാനതിവിടെ വരച്ച് വെച്ചത് ഇതിൽപ്പെട്ട കാര്യമല്ല കേട്ടോ. അപ്പോൾ എന്താ എന്ന് വെച്ചപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭുവിനോട് ചോദിക്കാം എന്താ വേണ്ടതെന്ന്. എന്നാൽ ആലോചിച്ചിങ്ങനെ പകത്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വരി, മനസ്സേ നിനക്ക് സന്ദേഹമുണ്ടായിടല എന്നുള്ള ഒരു വരിയാണ് കിട്ടിയത്. ഇന്ന് ഞാനത് അവിടെ അങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ അത് ഓർമ്മ വന്നു. അപ്പോൾ നമ്മളോട് എല്ലാവരോടും കൂടി ഭഗവാൻ പറയണതാണ്, നമുക്ക് എന്തെങ്കിലും ഒരാപത്ത് വരുമ്പോൾ ആ ഭഗവാൻ കാത്തു രക്ഷിക്കും. ഞാനൊരാപത്ത് ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊല്ലുവാൻ മനസ്സേ നിനക്കു സന്ദേഹമുണ്ടായിടലാന്ന്. അപ്പോൾ ഞാൻ ഒരാൾ മതി എന്നതാ ഭഗവാൻ പറയുന്നത്. അത് നമുക്ക് ഓരോരുത്തർക്കുമുള്ളൊരു സന്ദേശം തന്നെയാണ്. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആരും വേണ്ട, ഭഗവാൻ ഇല്ലെങ്കിൽ ആര് തന്നെ ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പം അങ്ങനെ ആ യുദ്ധമൊന്നും വർണ്ണിക്കേണ്ട കാര്യമില്ല. അവരിതാ അതിസുന്ദരമായിട്ടുള്ള ആ യുദ്ധമൊക്കെ അവിടെ വർണ്ണിച്ചു, പല വിധത്തിൽ അസ്ത്രങ്ങൾ ഉപയോഗിച്ചതൊക്കെ വർണ്ണിച്ചു. അങ്ങനെ ആ ഭഗവാൻ 3.25 നാഴികകളെ കൊണ്ട് അവരെ മുഴുവനും വധിച്ചു. കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി, ഈ അസുരന്മാരെല്ലാവരും എന്തുണ്ടായി, അവരെല്ലാവരും ദിവ്യരൂപം ധരിച്ചിട്ട് ശ്രീരാമൻ്റെ അടുത്ത് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, പണ്ട് ഞങ്ങളെല്ലാവരും ശിവഭക്തന്മാരാണ്, ഞങ്ങളെല്ലാവരും പണ്ട് ശിവഭക്തന്മാരായിട്ട് ശിവനെ തപസ് ചെയ്തപ്പോൾ ശിവൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഈ സംസാര ദുഃഖം ഇല്ലാണ്ടാക്കി തരണം. ഇനി ജനന മരണങ്ങൾ ഇല്ലാണ്ടായാലല്ലേ സംസാര ദുഃഖം ഇല്ലാണ്ടാവുള്ളൂ. അപ്പോൾ ഈ സംസാര ദുഃഖം ഇല്ലാണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങളുടെ കാരണം എല്ലാ കർമ്മങ്ങളും നമ്മുടെ കർമ്മ പ്രാരാബ്ധങ്ങളുടെ എല്ലാ ഫലങ്ങളും അനുഭവിച്ചതിന് ശേഷം മാത്രമേ അതില്ലാണ്ടാവുള്ളൂ. സുഖമായാലും ദുഃഖമായാലും പുണ്യമായാലും പാപമായാലും. അപ്പോൾ കുറച്ചും കൂടി ദുഷ്കൃതങ്ങൾ ഒടുങ്ങാനുണ്ട്, അതിന് നിങ്ങൾ രാക്ഷസന്മാരായിട്ട് ജനിച്ചോളൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് മുക്തി കിട്ടുക ആ ഭാവത്തിലാണത്ര. ആ രാക്ഷസന്മാരായിട്ട് ഭൂമിയിൽ ജനിക്കണം. അപ്പോൾ അവിടെ രാമനായിട്ട് ഞാൻ തന്നെ അവതരിക്കാം. ആരാ പറഞ്ഞേ? ശ്രീ പരമേശ്വരൻ. അപ്പോൾ ഇതെല്ലാം ഒന്നാണെന്ന് കാണിച്ചു തരികയാണ്. ഒരേ ചൈതന്യം തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് ശ്രീ പരമേശ്വരനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വിഷ്ണുവിൽ നിന്ന് രാമനുണ്ടായെന്ന് പറയണു. ആ ശൈവഭക്തരെന്താ പറയണേ? ശിവനിൽ നിന്നുണ്ടായെന്ന് പറയുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ശരിയാവുകയെന്ന് പലരും ചോദിക്കും. ഇതൊക്കെ ഒന്ന് തന്നെയാണ്, പല രൂപത്തിൽ നിൽക്കേണ്ടതെന്നുള്ളൂ. ഏതിൽ നിന്നുണ്ടായാലും ഒന്ന് തന്നെയാണ്. അതാ പറഞ്ഞു, ഞാൻ തന്നെ രാമനായിട്ട് വരും, അങ്ങനെ നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞു. അങ്ങ് തന്നെയാണ്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, സാക്ഷാൽ മഹാദേവൻ തന്നെയാണ് അങ്ങ്. അതുകൊണ്ട് മഹാദേവ, ഞങ്ങളിതാ നമസ്കരിക്കണു, ഞങ്ങളെ ജ്ഞാനോപദേശമൊക്കെ ചെയ്ത് ഇനി ജനന മരണങ്ങളില്ലാണ്ട് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരീരം, ഇന്ദ്രിയം, മനസ്സ്, പ്രാണൻ, ബുദ്ധി, അഹങ്കാരം എന്നൊക്കെയുള്ള സാക്ഷിയാവണതാണ് പരമാത്മാവ്. അപ്പോൾ അതിലേക്ക് എല്ലാ അവസ്ഥകൾക്കും മീതെ സാക്ഷിയായിട്ട് വർത്തിക്കുന്ന പരബ്രഹ്മം ഏകം സച്ചിദാനന്ദമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതിലവിടെ ദ്വയം രണ്ടായിട്ട് കാണരുത്, ഒന്നായിട്ടല്ലേ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല. അപ്പം ഇനിയിപ്പോൾ രണ്ടായിട്ട് തന്നെ കാണാൻ ഉണ്ടാകുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പണ്ടേ കണക്കെ വരുവാൻ പണ്ടത്തെ പോലെ തന്നെ ആവണേ, പണ്ടത്തെ പോലെ ആവണേ എന്ന് പ്രാർത്ഥിക്കണ പോലെ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ അതാണ് അങ്ങനെ ഓർത്തിട്ട് ഏത് രൂപത്തെ കണ്ടാലും നമ്മുടെ മനസ്സിന് ഏത് രൂപമാണോ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ആ രൂപത്തെ അവിടെ കണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് വേഗം സായുജ്യം കിട്ടും. അല്ലേ? വില്യമംഗലം സ്വാമിയാരുടെ കഥ കേട്ടിട്ടില്ലേ? കൊടുങ്ങല്ലൂരി ചെന്നിട്ട് പീതാംബരം കരവിരാജിത ശംഖചക്രമേ, ഇത് ഭദ്രകാളിയാണ്. അപ്പം നിങ്ങളല്ലേ ഭദ്രകാളിയായിട്ട് കാണണേ, ഞാൻ കാണുന്നില്ല അവിടെ. ഞാൻ അവിടെ കാണുന്നത് എൻ്റെ ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. അപ്പോൾ എല്ലാ ദിക്കിലും ഭദ്രകാളി ഭാവത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ നിൽക്കണമെന്നുള്ളൂ. എനിക്ക് ഈ ഒരു ഭാവം മാത്രം മതി. അപ്പോൾ എവിടെ ചെന്നാലും, മഹാദേവൻ്റെ മുമ്പിൽ ചെന്നാലും എവിടെ ചെന്നാലും ഏത് ഭാവേ കാണുള്ളൂ? പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം. അപ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ് അവിടെ അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ സീതാദേവിയും കൊണ്ടിട്ട് ലക്ഷ്മണൻ വന്നു. ലക്ഷ്മണൻ വന്നിട്ട് അപ്പോൾ ലക്ഷ്മണനോട് അപ്പോൾ ആ
ശരീരത്തിൽ മുഴുവനും അമ്പൊക്കെ തറച്ചിട്ട് രാമൻ മനുഷ്യനായിട്ടല്ലേ ഇരിക്കണത്. അപ്പോൾ ആ മനുഷ്യഭാവം മുഴുവൻ വേണമല്ലോ. അമ്പൊക്കെ തട്ടുമ്പോൾ മുറിയും. അങ്ങനെ ശരീരത്തിന് മുഴുവൻ മുറിവുകൾ കണ്ടപ്പോൾ സീതാദേവിക്ക് സങ്കടമായി. അപ്പോൾ സീതാദേവി തൻ്റെ കൈകളെ കൊണ്ട് ആ മുറിവിലൊക്കെ ഇങ്ങനെ തലോടിയപ്പോൾ സീതയുടെ കയ്യിൽ, അതായത് ഭഗവതിയുടെ കയ്യിൽ, രാധയുടെ കാര്യം പറയുമ്പോൾ രാധ എന്ന് പറയും, സീതയുടെ കാര്യം പറയുമ്പോൾ സീത എന്ന് പറയും, ലക്ഷ്മിയുടെ കാര്യം പറയുമ്പോൾ ലക്ഷ്മി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഒരേ ഭാവമാണ്. അവരുടെ കയ്യിൽ അമൃതമാണെന്ന് പറയും. അതുകൊണ്ട് ഇങ്ങനെ തലവി കഴിഞ്ഞപ്പോൾ അതൊക്കെ എല്ലാ മുറിവുകളും മാറി. അങ്ങനെ യുദ്ധം നടന്നതൊക്കെ കണ്ടിട്ട് താപസന്മാരോട് പറയാൻ പറഞ്ഞിട്ട് ലക്ഷ്മണൻ പറഞ്ഞ് അങ്ങനെ ആ വാർത്ത അറിയിച്ചു എന്നുള്ളൊരു ഭാഗം വരെ പാരായണം ചെയ്തിട്ട് ഇന്ന് നമുക്കിവിടെ സമർപ്പിക്കാം. ഇനി അടുത്തുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം ഇനി പാരായണം ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അക്ഷരപ്പൂക്കളും ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുന്നു. ഉള്ളിലിരുന്ന് തോന്നിച്ച വാക്കുകളും ചെവിയിലൂടെ കേട്ട വാക്കുകളും ഉള്ളിൽ എങ്ങനെയാണോ ഭഗവാനെ മനസ്സിലാക്കി തന്നത്, ആ മനസ്സിലാക്കി തന്നതും എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചത് വേണ്ടതുപോലെ തിരിച്ചറിയാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഈ സത്സംഗം ഇവിടെ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ ഏത് നമ്മുടെ ജീവിതത്തിൽ സുഖ ദുഃഖ ഏത് വന്നാലും ഈശ്വര അതിനെ വേണ്ടതുപോലെ നല്ല മനസ്സുകൂടി ശ്രീരാമചന്ദ്ര പ്രഭു കാണിച്ചു തന്ന പോലെ അല്ലേ, അത് നല്ലതെന്ന് കാണിച്ചിട്ടാണ് പലതവണ കാണിച്ചത്. നല്ല നന്മയായിട്ട് എടുക്കുക, തിന്മയെ നന്മയായിട്ട് എടുക്കാനായിട്ട് നമുക്ക് ആ തിന്മ എന്നുള്ളത് പാടില്ല, നന്മ മാത്രമേ പാടുള്ളൂ. ദ്വന്ദ്ം ഉണ്ടാവരുത്. അങ്ങനെ സ്വീകരിച്ചിട്ട് വേണ്ടതുപോലെ ആക്കി ഭഗവാനോട് ആ പ്രേമഭാവം ഉണ്ടാവട്ടെ. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും നിഷ്കപടമായിട്ട് നിഷ്കളങ്കമായിട്ട് നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് ഒന്നിനും ആഗ്രഹമില്ലാണ്ട് സ്നേഹിക്കുക. ആരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കേണ്ട, എല്ലാവരെയും സ്നേഹിക്കാം. നമ്മൾ സ്നേഹിക്കേണ്ട അവരറിയണമെന്ന് പോലും ഇല്ല. പക്ഷെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അവരോട് നിറഞ്ഞിഷ്ടം ഉണ്ടായാൽ മതി. ഒരുപക്ഷെ ചില ദിക്കിലൊക്കെ സ്നേഹം നമ്മൾ പ്രകടമാക്കിയാൽ അപകടമാണ്. അപ്പോൾ പ്രകടമാക്കണമെന്ന് പോലും ഇല്ല, നിറഞ്ഞ സ്നേഹം ഉണ്ടായാൽ മതി. ആത്മാർത്ഥമായാൽ മാത്രം മതി, പ്രകടമാക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ പ്രസാദിക്കുക ഭൂലോകമാതാവേ കരുണാർണവേ ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരരും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകയറ്റണേ ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ബർഹാപീഠം നളവരവപുകർണയോ കർണികാരം ബിഭ്രദ്വാസ കനികകപിശം വൈജയന്തിം ചമാലാം രന്ധ്രാൻവേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ
രാമ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമ ഹരേ ഗുരുവായൂരപ്പ ശരണം മുല്ലോർലിത്തേവരേ ശരണം സർവേശ്വര മംഗലത്തപ്പ ശരണം തലയാക്കുളത്തമ്മേ ശരണം നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ജാനകീ ജീവന സ്മരണം ജയ രാമ രാമ ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീരാധേ ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം പ്രദക്ഷിണം വച്ചോ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ